ma'am. Afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Fine, Rohini. Sugam. Good afternoon, Fatima Shamjir. Ma'am, food കഴിച്ചു. Food ഒക്കെ കഴിച്ചു. Good afternoon. Good afternoon, ma'am. എല്ലാവരും good afternoon. നിങ്ങൾ എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചില്ലേ? എല്ലാവരും കഴിച്ചാ? കഴിച്ചു ma'am. Yes, ma'am. Okay, okay. I am Jasila Shamjira. Okay. കഴിച്ചു. ഓക്കെ, നമുക്കെല്ലാം ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, 100 പേര് 101, 102 ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഓക്കെ ഷെറീന, അതെ ഞാനാണ്. ഇന്ന് 2 അവറും ഞാൻ തന്നെയാണ്. നമ്മുടെ ക്ലാസ് തീരുമ്പോ 3 മണിക്ക് മുമ്പ് തീരുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഇന്ന് 3 മണിക്ക് വൈൻഡപ്പ് ചെയ്യും. അല്ലെങ്കിൽ 3 മണിക്ക് തീർക്കും, 3:30 വരെ എടുക്കാം. ഇന്ന് വന്ദന മിസ് ഇല്ല, വന്ദന മിസ്സിന്റെ അവർ ഞാൻ എടുത്ത്. അപ്പൊ ഇന്ന് അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഔട്ട് പേഷ്യന്റ് എടുത്തായിരുന്നു. ഔട്ട് പേഷ്യന്റിന്റെ ഏരിയ നമ്മൾ പഠിച്ചു, ഫങ്ഷൻസ് പഠിച്ചു, പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് പഠിച്ചു, എത്ര ടൈപ്സ് ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ അതിന്റെ പ്രോസസ്സ്, ഔട്ട് പേഷ്യന്റിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് പ്രോബ്ലംസ് ആണ് അല്ലെ? അത്ര അവിടെ തുടങ്ങിയല്ലേ ഇനി പഠിക്കാനുള്ളത്? ഓക്കെ, എല്ലാവരുടെ കയ്യിലുമില്ലേ ഇതിന്റെ നോട്ട് പ്രിന്റ് ഇല്ലേ എല്ലാവരുടെ കയ്യിലും? ടെക്സ്റ്റ് ഉണ്ട് മാം. ഓക്കെ 108 പേരായി. നമുക്ക് തുടങ്ങാം. ഒരാളൊന്ന് വായിച്ചേ, പ്രോബ്ലംസ് അറ്റ് OPD. ഫസ്റ്റ് ഒരാൾ വായിച്ചേ, ആരാ വായിക്കുക? ഒരു 8 പ്രോബ്ലംസ് ഉണ്ട്. ആ 8 പ്രോബ്ലംസ് ജനറൽ പ്രോബ്ലംസ് 8 എണ്ണം ഉണ്ട്. ആ 8 എണ്ണം ഒരാൾ വായിച്ചേ. ആരില്ലേ വായിക്കാൻ? ഞാൻ തന്നെ വായിക്കണോ? ആരോ പറയുന്നുണ്ടല്ലോ, ആരോ പറഞ്ഞു. ഓക്കെ, പ്രസീതാണോ വായിക്കാന്ന് പറഞ്ഞേ? ഓക്കെ, പ്രസീത കുറച്ചും കൂടി ഈ സൗണ്ട് കുറവാണെന്ന് തോന്നുന്നു. വായിക്കുമ്പോ ശരിയാവായിരിക്കും. വായിച്ചോ. ജനറൽ പ്രോബ്ലംസ് ഒരു 8 പോയിന്റ്സ് ഉണ്ട്. 8 എണ്ണം ഒന്ന് വായിച്ചേ. Insufficient number of doctors. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റണില്ലേ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? എക്സ്പ്ലനേഷൻ വായിക്കണോ അത് പോയിന്റ്സ് മാത്രം മതി? ഓക്കെ വായിച്ചോ. ജനറൽ പ്രോബ്ലംസ്. ഒരു മിനിറ്റ്, എനിക്ക് കറക്റ്റ് സൗണ്ട് കിട്ടണില്ലല്ലോ. എന്താണാവോ?
ഇപ്പൊ കേൾക്കുന്നുണ്ടോ മാം? ഇവിടെ സൗണ്ട് കുറഞ്ഞെടുക്കുന്നു. ഒരു മിനിറ്റ്. സൗണ്ട് കൂടി. ഓക്കെ. Insufficient number of doctors. Inappropriate appointment system. Long waiting time at a medicine room. Shortage of facilities. Insufficient training of medical personnel concerning ambulatory care. അല്ല, General problems. ജനറൽ പ്രോബ്ലംസ് ആണോ വായിക്കണേ? അതെ മാം. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞാ? Insufficient number of doctors. അതിന്റെ എക്സ്പ്ലനേഷൻ വായിക്കണോ? എക്സ്പ്ലനേഷൻ വായിക്കി. നമ്മൾ 8 പോയിന്റ് വരെയും എക്സ്പ്ലനേഷൻ വായിച്ചോ? ഫുൾ വായിച്ചോ? കുഴപ്പമില്ല, നമുക്ക് ടൈം ഉണ്ടല്ല. Insufficient number of doctors. It is found that there are large number of patients waiting in front of the doctor's room. This is mainly due to insufficient number of doctors to serve as compared to the number of patients who arrive at the clinic. Okay. Next point വായിച്ചോ. നെക്സ്റ്റ് പോയിന്റ് വേറെ ആർക്കെങ്കിലും വായിക്കണോ? ആരാ വായിക്കാം? മാം ഞാൻ വായിക്കാം. വായിക്കാം. ഓക്കെ, അനിൽകുമാർ വായിക്കും. നെക്സ്റ്റ് പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്. Second point, in an appropriate appointment system, an appointment patient has no priority over non-appointment patient. This creates congestions in the clinic during the beginning of the day. Okay. നെക്സ്റ്റ് പോയിന്റ് ആരെങ്കിലും വായിക്കണ്ട? വേറെ ആരെങ്കിലും? ഞാൻ വായിക്കാം. ഇനി ബിജു. ഓക്കെ, വായിച്ചോ. Long waiting time at the medicine room. After patients receive the prescription from the clinic counter, patients are directed to the medicine room to remit the fee and receive the medicines. Okay. Okay. Next 4ഉം 5ഉം ഒരാൾ വായിച്ച. ആരാ ഉള്ള? 4ഉം 5ഉം വായിക്കാൻ. മാം ഞാൻ വായിക്കാം. Fourth point, shortage of facilities. And fifth point, insufficient training of medical personnel concerning ambulatory care. Okay. Next point ആരാ? 6th point ആര് വായിക്കൂ? മാം ഞാൻ വായിക്കാം. Okay. Fragmentation of care, poor communication and inadequate understanding of their demands. 7th one, an organizational structure geared to traditional preference and needs of the providers. 8th one, resistance to change. Madhya ma'am. Okay. Okay. അപ്പൊ നമ്മൾ 8 പോയിന്റ് നിങ്ങളെ കൊണ്ട് എന്താ വായിപ്പിച്ചെന്നറിയോ? എന്താ വായിപ്പിച്ചത്? General problems. എന്തുകൊണ്ടാ വായിപ്പിച്ചതെന്ന് വെച്ചാൽ, ഉച്ച സമയോട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ചിലവര് ബുക്കൊന്നും എടുത്തിട്ടുണ്ടാവില്ല, ചിലവര് കിടന്നുറങ്ങിയിട്ടായിരിക്കും, ഉറക്കം വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പേരെ കൊണ്ട് വായിപ്പിച്ചത്. കുറെ പേര് ടെക്സ്റ്റ് ബുക്കും കൂടി എടുത്തിട്ടുണ്ടാവില്ല. ആണോ? അങ്ങനെയാണോ? ഈ 129 പേരും ഇരിക്കുകയാണോ ബുക്കൊക്കെ വെച്ച്? ഇല്ല. അതെ, ബുക്കുണ്ട്. അതെ മാം. ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കോ? ഓക്കെ. നമുക്ക് ഓരോ പോയിന്റ് നോക്കാം. നമ്മള് പ്രോബ്ലംസ് ആണ് പറയണത്. OPD, ഔട്ട് പേഷ്യന്റിന്റെ, നമ്മുടെ ഔട്ട് പേഷ്യന്റില് പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാ പറയണത്. ഓക്കെ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങള്, ഒന്നാമത്തെ ജനറൽ ആയിട്ട് പ്രോബ്ലം ഉണ്ടാവും. ജനറൽ പ്രോബ്ലംസ് 8 ജനറൽ പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് എന്താന്ന് നോക്കാം. ജനറൽ പ്രോബ്ലം എന്താ? ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഡോക്ടർമാരുടെ എണ്ണം കുറവ്. അതൊരു പ്രോബ്ലമാണ്. ഒരു ഹോസ്പിറ്റലാവുമ്പോ ഒരുപാട് ഡോക്ടേഴ്സ് വേണം. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഡോക്ടർമാരായിരിക്കും. ഇപ്പൊ സർജറി വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോ സർജന്മാര് തന്നെ ഉണ്ടാവും. ഒരു 3-4 ഡോക്ടർമാര് തന്നെ സർജന്മാരുണ്ടാവും. ഓർത്തോ ആണെങ്കിലും ഉണ്ടാവും. പിന്നെ അതിൽ മെയിൻ ആയിട്ട് ഒരു മെയിൻ സർജൻ അല്ലെങ്കിൽ മെയിൻ ഒരു ഓർത്തോ ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ ജനറൽ പ്രോബ്ലംസിൽ ഫസ്റ്റ് വൺ പറയണത് എന്താ? ഡോക്ടർമാരെ കുറവ്.
ഡോക്ടർമാരെ ഹോസ്പിറ്റൽ ആവശ്യത്തിനില്ല. അതൊരു ഭയങ്കര പ്രോബ്ലം തന്നെയാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് there are large number of patients waiting in front of doctors room. ഈ ഡോക്ടർമാര് കുറഞ്ഞു വരുമ്പോൾ ഒരുപാട് പേഷ്യൻസ് ഈ ഡോക്ടർമാരുടെ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും. ഡോക്ടർമാർ കുറയുമ്പോ എന്താ, ആകെ ഒരു ഡോക്ടറാണ് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ഡോക്ടർ ഓപ്പിയിൽ ഭയങ്കര ക്യൂ ആയിരിക്കും അല്ലെ. അതൊരു ഭയങ്കര ഇതാണ്. ഡോക്ടർമാരുടെ മുമ്പിൽ ധാരാളം രോഗികൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ഒരെണ്ണം കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം. ഒരു രോഗീനെ നോക്കണമെങ്കിൽ ഫസ്റ്റ് എങ്ങനെ വന്നാലും ഒരു 15-20 മിനിറ്റെങ്കിലും വേണം ഒരു പേഷ്യൻസിനെ ഒരു ഡോക്ടർക്ക് നോക്കണമെങ്കിൽ. അപ്പൊ ടൈം പോവാണ്. അങ്ങനെ ഒരു 20-25 പേഷ്യന്റ് ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പേഷ്യന്റിന് ഒരു 20 മിനിറ്റ് വേണമെങ്കിൽ 20 പേഷ്യന്റിനെ നോക്കണമെങ്കിൽ എത്ര സമയം വേണം? അപ്പൊ അതാണ് ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം പറഞ്ഞത്. നമ്മളിങ്ങനെ കാത്തു കെട്ടി കിടക്കുകയാണ്. അപ്പൊ ഒരു പേഷ്യന്റിനെ നോക്കുമ്പോ തന്നെ ഫസ്റ്റ് അവരുടെ പ്രഷർ നോക്കണം, പൾസ് നോക്കണം, അവരോട് ഡീറ്റെയിൽ ചോദിച്ചറിയണം, അതിനനുസരിച്ച് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ എഴുതണം. ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴും പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന്റെ റിസൾട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് ടെസ്റ്റിന് ബ്ലഡിന് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അവരത് കൊണ്ടുപോയി ലാബിൽ കൊണ്ടു കൊടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടി വരുമ്പോഴത്തേനും ഇവിടെ ക്യൂ എന്താണ് പിന്നെയും ക്യൂ ആയിട്ടുണ്ടാവും. ഞങ്ങൾ രാവിലെ അന്ന് കണ്ടതായി റിസൾട്ട് ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് കയറ്റി വിടും, ബാക്കി എല്ലാവരും കയറ്റി വിടോ? എല്ലാവരും അതുപോലെ ക്യൂല് വന്ന് നിൽക്കണാണ്. അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ഇറ്റ് ഫൗണ്ട് ദാറ്റ് there are large number of ഒരുപാട് പേഷ്യൻസ് ഡോക്ടേഴ്സിന്റെ റൂമില് വെയിറ്റ് ചെയ്യണം, കാത്തു നിൽക്കണം ഡോക്ടറെ കാണാനായിട്ട്. This is mainly due to insufficient number of doctors to serve compared to the number of patients to arrive the clinic. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഈ ക്ലിനിക്കിൽ എത്ര രോഗികളുടെ എണ്ണം നമ്മള് നോക്കുമ്പോൾ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ക്ലിനിക്കിലെത്തിയ രോഗികളുടെ എണ്ണം നോക്കുമ്പോൾ അവിടെ എന്താ പ്രശ്നം? അതിന് പറ്റിയ മതിയായ ഡോക്ടർമാര് അവിടെ ഇല്ല, ഡോക്ടർമാരെ കുറവ്. ഡോക്ടേഴ്സിന്റെ ആ ഒരു കുറവ്, നമ്മൾ വിചാരിച്ച പേഷ്യൻസിനുള്ള ഡോക്ടേഴ്സ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് അവിടെ തിക്കും തിരക്കും വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. അതൊരു പ്രോബ്ലം ആയത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് സിമ്പിൾ ആണ്, ഡോക്ടർമാരുടെ കുറവ്. എങ്ങനെയാണ് ഡോക്ടർമാരെ കുറവ് തന്നെ? പേഷ്യൻസ് ഡോക്ടർമാരുടെ മുമ്പിൽ ക്യൂ ആയിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ടേഷന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാത്തു നിൽക്കുമ്പോ ഡോക്ടർമാർ ഇല്ലാണ്ടാവുമ്പോ അവിടെ എന്താ അവിടെ ഒരൊറ്റ വരിയിൽ നിന്ന് രാവിലെ മുതലായാലും പേഷ്യൻസ് അപ്പൊ എന്താ പേഷ്യൻസും ടയേർഡാണ്, ഡോക്ടേഴ്സും ടയേർഡാണ്. ഡോക്ടേഴ്സ് ഇപ്പൊ ഇത്രയും പേഷ്യന്റിനെ നോക്കാതെ ഡോക്ടർക്ക് എണീറ്റ് പോകാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുൾ കാര്യങ്ങൾ. അപ്പൊ ഡോക്ടറും ടയേർഡ്, പേഷ്യന്റ് രാവിലെ വന്ന പേഷ്യന്റ് മരുന്നൊക്കെ മേടിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോണത് എപ്പോഴായിരിക്കും? ചിലപ്പോ രാത്രി ആയിരിക്കും. അപ്പൊ അതൊരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, രണ്ടാമതും സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞേ? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. എന്താ പറഞ്ഞേ? അപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് യോജിക്കാത്ത ഒരു നിയമ സംവിധാനം. Appointment patient has no priority over a non-appointment patient. This creates congestion in the clinic during the beginning of the day. എന്താ പറഞ്ഞേ? അവിടെ രോഗിക്ക് നമ്മൾ എന്തെങ്കിലും ആ രോഗിക്ക് ഒരു പേഷ്യന്റിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്ത പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ് ചെയ്ത പ്രയോറിറ്റി നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ്. ആ പേഷ്യന്റ് എന്ത് കിട്ടും? ഒരു പേഷ്യന്റിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത രോഗിക്ക് നമ്മൾ എന്താ അപ്പോയിന്റ്മെന്റ് ചെയ്യാത്ത രോഗിയേക്കാൾ മുൻഗണന. അവിടെ ആർക്കായിരിക്കും മുൻഗണന? നമ്മളൊരു രോഗിയെ ബുക്ക് ചെയ്തു, ഒരു പേഷ്യന്റിനെ ഡോക്ടറെ കാണാനായിട്ട് ഒരു പേഷ്യന്റ് വന്നു, ബുക്ക് ചെയ്ത് വെച്ചു. അപ്പൊ അവരവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് എവിടെ നിൽക്കണ്ട്? ക്യൂല് നിൽക്കണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഒരു പേഷ്യന്റ് കയറി വന്നു, അവരും ആ ഡോക്ടർക്ക് വേണ്ടി ചീട്ടെടുത്തു, അവർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല. അപ്പൊ അവരും അവിടെ നിൽപ്പുണ്ട്, ആ ക്യൂല് നിൽപ്പുണ്ട്. അങ്ങനെയുള്ളപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ആർക്കായിരിക്കും? ആ അപ്പോയിന്റ്മെന്റ് ചെയ്ത പേഷ്യന്റിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഡോക്ടർമാരെ ഇങ്ങനെ ഒരു തിക്കും തിരക്കും അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ അവിടെ അതിന്റെ ആ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? നേരത്തെ വന്നവര്, അവിടെ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചവര് ചെയ്യാത്ത പേഷ്യന്റ്. ഓക്കെ, അപ്പൊ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചവര് അവിടെ ഇരിക്കേ, പിന്നീട് വന്നവരെന്ത് ചെയ്യും? അവര് കയറി കാണും. അപ്പൊ അവിടെ ആ ഒരു അപ്പോയിന്റ്മെന്റ് ചെയ്തവർക്ക് ഒരു വിലയില്ല, അവിടെ നേരത്തെ വന്നിരുന്നവർക്ക് ആ ഒരു വിലയില്ല. അപ്പൊ അവിടെ ആർക്കായിരിക്കും മുൻഗണന?
അപ്പോയിന്റ്മെന്റ് ചെയ്യാത്തവർക്കായിരിക്കും അവിടെ ഒരു മുൻഗണന കിട്ടുന്നത്. അതാണ് അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ പ്രയോറിറ്റി. അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രയോറിറ്റി ഇല്ല. പക്ഷെ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യന്റിന് എന്താ അവിടെ മുൻഗണന കിട്ടും. കാരണം നമ്മളായാലും നമ്മൾ ചെല്ലുമ്പോ ഒരുപാട് പേഷ്യൻസ് അവിടെ കാലത്ത് തുടങ്ങി വന്ന് അവിടെ കസാരയിൽ ഇരിക്കുന്നുണ്ടാവും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. അവിടെ ഇങ്ങനൊരു സിസ്റ്റം ഇല്ല. ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ആദ്യം വന്നവർ ആദ്യം കാണണം എന്നുള്ള ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ ആ രാവിലെ വന്നവർ അവിടെ ഇരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നല്ല അവരെക്കാളും നല്ല കയ്യൂക്കുള്ളൊരു കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ നമ്മള് എവിടെ ചെന്നാലും ഫസ്റ്റ് കയറി അങ്ങോട്ട് കയറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓടി അങ്ങോട്ട് പോയി കയറും. അപ്പൊ ആ ഇരിക്കുന്നവര് അവർക്ക് നമ്മളെ തട്ടി മാറ്റി പോകാനുള്ള ആ ഒരു കഴിവില്ലാത്തത് കൊണ്ട് അവർ അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതൊരു പ്രോബ്ലമാണ് അല്ലെ? അതൊരു പ്രോബ്ലമാണ്. അതാ പറഞ്ഞ നമ്മൾ അനുചിതമായ ഒരു നിയമ സംവിധാനം അവിടെ വരില്ല അല്ലെ? അവിടെ അപ്രോപ്രിയേറ്റ് ആയത്. അവിടെ ഇപ്പൊ നടക്കുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആയ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ്. നമുക്ക് കറക്റ്റ് ആയ യോജിച്ച ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അവിടെ വരണം. അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത രോഗിക്കായിരിക്കും മുൻഗണന ഉള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അപ്പോയിന്റ്മെന്റ് ചെയ്ത രോഗിക്ക് എന്ത് കിട്ടില്ല? ഇപ്പോഴും ബുക്കിന്റെ പേജ് നമ്പർ കിട്ടില്ലേ? ആർക്കാ കിട്ടാത്തെ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. കിട്ടി എല്ലാവർക്കും? ഓക്കെ ഓക്കെ, ആ ഓക്കെ. അപ്പൊ നോക്കിയേ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ആദ്യത്തെ പ്രോബ്ലം പറഞ്ഞു ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവ്. രണ്ടാമത്തെ പ്രോബ്ലം എന്താ? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. നമ്മളെ അനുചിതമായ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വന്നാലും ഓക്കെ, അതാണ് രണ്ടാമത്തെ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലത്തിന്റെ കാര്യമാണ് പറഞ്ഞേ. നമ്മള് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അവിടെ ഇല്ലെങ്കിൽ നേരത്തെ വന്നവർ അവിടെ ഇരിക്കും. ആദ്യം പിന്നീട് വരുന്നവര് കയറി ഡോക്ടറെ കാണും. അപ്പൊ അതിനൊരു പ്രയോറിറ്റി ഉണ്ടാവില്ല. പേഷ്യൻസ് ആർ ഡയറക്റ്റ്. പിന്നെന്താ പറഞ്ഞേ? ദിസ് ക്രിയേറ്റ്സ് കൺജഷൻ. അവിടെ എന്തുണ്ടാക്കും? അപ്പൊ ആദ്യം വന്നവർ അവിടെ ഇരിക്കുകയാണ്. അവിടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്നൊരു സിസ്റ്റമേ ഇല്ല. അവരെന്താ ആദ്യമുള്ളവർ കയറി പിന്നെയും കയറി കാണുമ്പോ അവിടെ ഒരു കൺജഷൻ ആവും. അവിടെ ഒരു തിക്കും തിരക്കാവും. ആ ഒരു ക്ലിനിക്ക് ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ഡേ, ആ തുടക്കത്തിൽ തന്നെ, ആ ഒരു ഇതിന്റെ തുടക്കത്തിൽ തന്നെ അവിടെ എന്താകും? ആ ദിവസത്തിന്റെ തുടക്കം തന്നെ ഒരു തിക്കും തിരക്കും അനുഭവപ്പെടും അല്ലെ? അതൊരു പ്രോബ്ലം അല്ലേ? അതാണ് രണ്ടാമത്തെ പ്രോബ്ലം, ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? അപ്രോപ്രിയേറ്റ് പേഷ്യൻസിന് മുൻഗണനയില്ലാതെ നോൺ അപ്രോപ്രിയേറ്റ് പേഷ്യന്റിന്, അപ്പോയിന്റ്മെന്റ് ചെയ്ത പേഷ്യന്റിന് മുൻഗണനയില്ലാതെ നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യന്റിന് മുൻഗണന കിട്ടും. അപ്പൊ അവര് ഓടി കയറി വന്ന് കാണും. അപ്പൊ അവിടെ ഒരു കൺജഷൻ വരും. ദിസ് ക്രിയേറ്റ്സ് കൺജഷൻ ഇൻ ദ ക്ലിനിക് ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടാ? ഇല്ല. ഓക്കെ, അഫ്ന സ്പീഡ് കൂടുന്നുണ്ടെന്നാണോ പറഞ്ഞേ? അതോ മനസ്സിലാവുന്നുണ്ടെന്നാണോ പറഞ്ഞു? ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്ത് പറഞ്ഞേ? മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. അതൊരു ഭയങ്കര പ്രോബ്ലം ആണ് അല്ലെ? ഓക്കെ ഓക്കെ, എന്താ ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം? നമ്മൾ മെഡിസിൻ റൂമിന്റെ മുൻപില് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? മെഡിസിൻ റൂമിന്റെ മുമ്പിലുള്ള ആ നീണ്ട കാത്തിരിപ്പ് നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഫാർമസി ചെല്ലുമ്പോ ഭയങ്കര തിരക്കായിരിക്കും അല്ലെ? ഒരു കൗണ്ടറിൽ മാത്രമേ നമുക്ക് ഫാർമസിയിൽ ആ ഒരു കൗണ്ടർ മാത്രമാണെങ്കിൽ എന്താ, നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് മരുന്ന് രാവിലെ നമ്മൾ ഡോക്ടറെ കണ്ട് ചീട്ട് എടുത്ത് ഡോക്ടറെ അടുത്ത് നിന്ന് ഒരുപാട് ക്യൂവിൽ നിന്ന് ഡോക്ടറെ കണ്ട് നമ്മൾ ഇങ്ങനെ വന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി ഫാർമസി വന്നപ്പോഴോ അവിടെ അതിലും ഭയങ്കര തിരക്ക്. അപ്പൊ 1.5 മണിക്കൂർ നമ്മൾ എവിടെ നിൽക്കും? ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. നമ്മള് ആ മെഡിസിൻ റൂമില് വെയിറ്റ് ചെയ്യാണ്. എങ്ങനെയാണ്? After patients receive the prescription from the clinic counter, patients are directed to the medicine room to remit the fee and receive the medicine. എന്താ? രോഗിക്ക് ക്ലിനിക് കൗണ്ടറിൽ നിന്ന് കുറിപ്പ് ലഭിച്ചു അല്ലെ? ആഫ്റ്റർ പേഷ്യൻസ് റിസീവ് പ്രിസ്ക്രിപ്ഷൻ. പേഷ്യൻസിന് അതിനുശേഷം എന്ത് കിട്ടി? പ്രിസ്ക്രിപ്ഷൻ കിട്ടി. മരുന്ന് മേടിക്കാനുള്ള പ്രിസ്ക്രിപ്ഷൻ കുറിപ്പടി കിട്ടി. കൗണ്ടറിൽ നിന്ന് അത് കിട്ടിയിട്ട് ഫീസ് അടയ്ക്കാനും പിന്നെ മരുന്ന് മേടിക്കാനും അവിടെ എന്താ ബുദ്ധിമുട്ട് അല്ലെ? നമ്മള്
മുമ്പെങ്കിൽ എന്താ ഇപ്പൊക്കെ ഇങ്ങനെ ഫാർമസിയില് ഇപ്പൊ നമ്മള് ഡോക്ടറെ വലിയ വലിയ ഹോസ്പിറ്റലില് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് പറയും ഫാർമസിയുടെ മുമ്പിലോട്ട് പോയിക്കോളാൻ പറയും അല്ലേ? ഇപ്പൊ ചീട്ട് ചാട്ടെന്നൊക്കെ പറയണത് ഒക്കെ കമ്പ്യൂട്ടറിലാ. അവരവിടെ നിന്നിട്ട് ആ ഡോക്ടർ കമ്പ്യൂട്ടറിലോട്ട് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യും. അപ്പൊ മെഡിസിൻ റൂമില് ആ ഫാർമസിയില് നമ്മുടെ മരുന്നുകളൊക്കെ കിട്ടും, ടോക്കണും കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടുമ്പോ നമ്മൾ എന്താ മരുന്ന് മേടിക്കും. പണ്ട് എങ്ങനെയായിരുന്നു? നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഡോക്ടർ നമ്മളെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ഒരു കുറിപ്പടി, ഡോക്ടറെ കുറിപ്പടി കിട്ടാനായിട്ട് നമ്മള് വെയിറ്റ് ചെയ്യണം. അത് മേടിച്ചു കൊണ്ട് വന്ന് നമ്മൾ എവിടെ കൊടുക്കണം? പോയി ഫീസ് അടക്കണം. റിസപ്ഷനിൽ പോയി ക്യാഷ് അടച്ച് അതിന്റെ റെസീറ്റ് കൊണ്ടുവന്ന് മെഡിക്കൽ റൂമിൽ കാണിച്ചാൽ മാത്രമേ നമുക്ക് മരുന്ന് കിട്ടുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യണം? ആഫ്റ്റർ പേഷ്യന്റ് റിസീവ് ദ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഫ്രം ദ ക്ലിനിക് കൗണ്ടറിൽ നിന്ന് കിട്ടിയാലും പേഷ്യൻസ് ആർ ഡയറക്റ്റഡ് ടു ദ മെഡിസിൻ റൂം. അവര് നേരിട്ട് എവിടെ പോവാണ്? മരുന്ന് മേടിക്കാൻ ചെല്ലാണ്. ടു റെമിറ്റ് ദ ഫീ ആൻഡ് റിസീവ് ദ മെഡിസിൻ. നമ്മൾ ഫീസ് അടച്ചാലും നമ്മൾ അതിന്റെ ഫീസ് അടച്ചാലും മരുന്ന് കിട്ടണമെന്നില്ല അല്ലെ? ഫീസ് അടച്ച് കുറെ കഴിഞ്ഞ് ഇവിടെ വന്നാലും എന്തായിരിക്കും? ലോങ് വെയിറ്റിംഗ് അല്ലെ? ലോങ് വെയിറ്റിംഗ് മറ്റു മെഡിസിൻ റൂം മെഡിക്കൽ മരുന്ന് മേടിക്കുന്നവർക്ക് ഭയങ്കര ഇതാണ്. നമ്മൾ ക്യൂ നിന്ന് ഫീസ് അടക്കും, മരുന്നിന്റെ കാശ് അടക്കും. ഫാർമസിയിൽ തന്നെ നമ്മൾ കാശ് അടക്കണത് എവിടെ? ചില ഫാർമസിയിൽ അവിടെ തന്നെ ഉണ്ടാവും കൗണ്ടർ, ചിലയിടത്ത് എന്തായിരിക്കും? ക്യാഷ് അടച്ചു വന്ന് അതിന്റെ ബില്ല് ഫാർമസി കൊടുത്താൽ മാത്രമേ നമുക്ക് മെഡിസിൻ തരുള്ളൂ അല്ലെ? അപ്പൊ അതും ഭയങ്കര ഒരു പ്രോബ്ലമാണ്. അതാണ് മൂന്നാമത്തെ പ്രോബ്ലം. അപ്പൊ ഫസ്റ്റ് വൺ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, സെക്കൻഡ് വൺ inappropriate appointment system, third one long waiting time at medicine റൂമിലുള്ള ആ ഒരു നീണ്ട കാത്തിരിപ്പ്. നാലാമത്തെ പോയിന്റ് എന്താ? ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. ആ ഹോസ്പിറ്റലിന് അതിനുള്ള ആ സൗകര്യങ്ങളില്ല, ഫെസിലിറ്റീസ് കുറവ്. ഓക്കെ, അതിലൊന്നുമില്ല. നമുക്കറിയാം ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് അതൊരു പ്രോബ്ലമാണ്. ആ ഹോസ്പിറ്റലിൽ വേണ്ടത്ര ഇപ്പൊ എക്സ്റേ എടുക്കണേ, നമ്മൾ ഒ പിയിൽ ഡോക്ടറെ കണ്ടു. ഡോക്ടറൊക്കെ നല്ല ഡോക്ടറാ, പേഷ്യന്റിനെ പരിശോധിക്കാനും ട്രീറ്റ്മെന്റ് ചെയ്യാനും നല്ല ഡോക്ടർ. പക്ഷെ നമ്മൾക്ക് എന്താ? ആ ഹോസ്പിറ്റലിൽ എക്സ്റേ എന്ന് പറയുന്ന സംവിധാനം ഇല്ല, ആ ഫെസിലിറ്റി അവിടെ ഇല്ല. എക്സ്റേ എടുക്കണമെങ്കിൽ എന്ത് വേണം? വേറെ കുറച്ച് ബസ് ഇറങ്ങി, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം പോയി വേറെ ബസ്സിൽ കയറി വേറെ സ്ഥലത്തെങ്ങാനും പോയി എടുക്കണം. അതൊരു പ്രോബ്ലം അല്ലേ? പ്രോബ്ലമാണ് ലാക്ക് ഓഫ് മെഡിസിൻ. ഓക്കെ, അപ്പൊ മെഡിസിന്റെ കുറവുണ്ടാവും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് മെഡിസിൻ നല്ലോണം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വിചാരിച്ച ഹോസ്പിറ്റലിൽ ഡോക്ടർ, ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും അവിടെ ഉള്ള മരുന്നുകളായിരിക്കും ആ ഡോക്ടേഴ്സ് എഴുതുന്നത് അല്ലെ? എന്താന്ന് വെച്ചാൽ എന്താ? ആ ഡോക്ടേഴ്സിന് റെപ്രസെന്റേറ്റീവ്, മരുന്ന് കൊണ്ടുവരുന്ന റെപ്രസെന്റേറ്റീവ്സ് ഡോക്ടർ, ഇപ്പൊ പേഷ്യന്റ് നിൽക്കുമ്പോ തന്നെ നമുക്കറിയാം റെപ്രസെന്റേറ്റീവ്സ് ഒരു ബാഗ്, വലിയ ബാഗൊക്കെ വെച്ച് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ചിലപ്പോ പേഷ്യന്റിന്റെ ഇടയിൽ കൂടി ഇവർ ഇടിച്ചു കയറും. ഇതിന് കാരണം എന്താ? ഇവർ ഇന്ന മരുന്നുകൾ ഫാർമസിയിൽ വെക്കട്ടെ എന്ന് ആരോടാ ചോദിക്കണേ? ഡോക്ടർമാരോട് ചോദിക്കും. ഡോക്ടർമാരാണ് അതിന് അവര് അനുവാദം കൊടുക്കുന്നത്. അപ്പൊ ഡോക്ടേഴ്സിന് അറിയാം ഇവിടെ ഉള്ള മെഡിസിൻസ് ഏതൊക്കെയാണ്. പക്ഷെ ചിലവര് പുറത്ത് മരുന്ന് എടുക്കാനായിട്ട് എഴുതിയാലും അത് ആ ഫാർമസിയിൽ ഉണ്ടാവണമെന്നില്ല. അതാണ് ലാക്ക് ഓഫ് മെഡിസിൻസ് എന്ന് പറഞ്ഞത്. അതാവാം ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസിൽ, അതാവാം. പിന്നെ എക്സ്റേ, അതൊരു ഫെസിലിറ്റി അല്ലേ? അപ്പൊ എക്സ്റേ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ പുറത്ത് പോയി എടുത്തുകൊണ്ട് വന്ന് പിന്നെ അവിടെ പോയി എക്സ്റേ എടുത്ത് അത് മേടിച്ചുകൊണ്ട് വന്ന് അത് ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചു വരുന്നത് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പൊ അതാണ് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് എന്ന് പറയണത്. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ മാത്രമല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും സ്കാൻ ചെയ്യാനും ഒക്കെ അതേ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുറത്ത് പോണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ വണ്ടിക്കുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പോയി വണ്ടിക്ക് പോയി എടുത്തു വരാം. സാധാരണ നടന്നു പോണ സാധാരണ ആൾക്കാരാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ? അവർ ഇന്ന ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു, കുറച്ച് നീങ്ങി പോയി എക്സ്റേ അല്ലെങ്കിൽ ബ്ലഡ് എടുത്തുകൊണ്ട് വന്ന് അത് കിട്ടണവരെയും അവിടെ വെയിറ്റ് ചെയ്യണം. അത് കിട്ടാണ്ട് ഇവിടെ ഡോക്ടറെ കണ്ടിട്ട് കാര്യമില്ല. അപ്പൊ അത് കിട്ടണവരെ വെയിറ്റ് ചെയ്ത് അത് ഇവിടെ കൊണ്ടുവന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോഴോ ഇവിടെ അതിലും ഭയങ്കര തിരക്ക്. ആ തിരക്കൊക്കെ തീർന്ന് ഈ റിസൾട്ട് ഒക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴേ, റിസൾട്ട് ഒക്കെ കാണിച്ചു വന്നപ്പോഴേക്കും ഡോക്ടർ എണീറ്റ് അങ്ങോട്ട് പോയി. അപ്പൊ പറഞ്ഞു ഇനി നാളെ റിസൾട്ട് കൊണ്ടുപോയോ, ഇന്ന് കാണാൻ പറ്റില്ല എന്ന്.
അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ദേഷ്യത്തില് ഇത്തിരി നേരത്തെ വരായിരുന്നു, ആ ഡോക്ടർ ഇപ്പൊ തന്നെ എന്താ എണീച്ചു പോയേ, നമ്മളിങ്ങനെ സ്വന്തം കൊടുക്കും അല്ലേ? ഡോക്ടർ രാവിലെ തുടങ്ങിയിരിക്കുന്നതായിരിക്കും. ഓവർ ക്രൗഡിങ് മീനിങ്, ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞ നമ്മൾ ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞില്ല. ഏതിലാ പറഞ്ഞേ ഓവർ ക്രൗഡിങ്? ആരാണ് ഇപ്പൊ മെസ്സേജ് ഇട്ടേ? ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞല്ല മെസ്സേജ് ഇട്ടതാരാ? ഏത് ലൈനാണ് ഓവർ ക്രൗഡിങ് നമ്മൾ പറഞ്ഞ? ഞാൻ പറഞ്ഞിട്ടില്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഓവർ ക്രൗഡിങ് വരുന്നുണ്ട്, പക്ഷെ ഇതിലിപ്പോ പറഞ്ഞ പിന്നെന്താ അങ്ങനെ ചോദിച്ചേ? പറഞ്ഞിട്ടില്ല, പിന്നെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല വോയിസ് ഉണ്ടല്ലോ, പറഞ്ഞു ഓവർ ക്രൗഡിങ് എന്ന് പറഞ്ഞാണ് പറഞ്ഞേ. അത് ഇതിന്റെ ഇത് പറഞ്ഞതാണോ? ഷോർട്ടേജ് ഫെസിലിറ്റീസിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതാണോ ഓവർ ക്രൗഡിങ്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ, മെസ്സേജ് ഇട്ടത് മനസ്സിലായില്ല. വോയിസ് ഓൺ മ്യൂട്ടാണ്, പറഞ്ഞോ. മാം, ഞാൻ ആ ലെസൺ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ പോയിന്റ് ഞാൻ വായിച്ചായിരുന്നു. വായിച്ചപ്പോഴേക്കും അതിന്റെ അർത്ഥം എന്നാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നല്ല കാര്യം ഉണ്ടാ, നമ്മൾ എടുക്കുന്നതിന് മുമ്പ് വായിക്കുന്നത് നല്ലതാ. അപ്പൊ എടുക്കുമ്പോ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാ? ഓ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? അപ്പൊ ഷോർട്ടേജ് ഫെസിലിറ്റീസിന്റെ കാര്യം പറഞ്ഞത്. ഇതുപോലെ അവിടെ എക്സ്റേ എടുക്കാനോ ബ്ലഡ് ചെയ്യാനോ മറ്റേ സ്കാൻ ചെയ്യാനൊക്കെ ആ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ലേ, അതാണ് നമ്മള് ഷോർട്ടേജ് ഫെസിലിറ്റീസ്. അതൊരു പ്രോബ്ലം ആണ്. 4ാമത്തെ പ്രോബ്ലം. 5ാമത്തെ പ്രോബ്ലം എന്താ? ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. എന്താ പറഞ്ഞേ? ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയറുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു പരിശീലനം അതവിടെ, അതിനൊരു ഇൻസഫിഷ്യന്റ് അതവിടെ കിട്ടണില്ല. ആംബുലേറ്ററി കെയർ തന്നെ അവിടെ മൊത്തം നമ്മൾ സഞ്ചരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇതില്, ആ ഒരു പരിസരത്ത് ഫുള്ള് നമ്മള് പുറത്തേക്കൊന്നും പോവാണ്ട് ആ ഒരു ആംബുലേറ്ററി കെയർ ആ ഒരു പരിസരത്തിൽ കിട്ടണ ഉള്ള ആ ഒരു കാര്യങ്ങള് എന്തൊക്കെ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ കിട്ടും? നമുക്ക് ഒറ്റ ഇതിലെ തന്നെ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും കിട്ടും. അങ്ങനെയുള്ള കിട്ടാനും പിന്നെ മെഡിക്കൽ പേഴ്സണൽ കൺസേൺ, മെഡിക്കലിനെ കുറിച്ചുള്ള ആ ഒരു ട്രെയിനിങ് നല്ല ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അതിനെ കുറിച്ച് നമുക്ക് അറിവുള്ള ആളുടെ കയ്യിൽ നിന്ന് അതിനുള്ള ആ ഒരു ട്രെയിനിങ് കിട്ടാനായിട്ട് ഇൻസഫിഷ്യന്റ് ആണ്. അതിനുള്ള ആ ഒരു ഇതില്ല, കുറവ്. എന്ന് വെച്ചാല് ആംബുലേറ്ററി കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, നമ്മുടെ ആ ഹോസ്പിറ്റലിന്റെ എങ്ങനെയാണ്, ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, അവിടുത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, പിന്നെ ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളില്ലേ ആംബുലേറ്ററി കെയറുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ പരിശീലനം കൊണ്ടാണ്. അത് നമുക്ക് ആരാ പറഞ്ഞല്ലേ? അത് മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാര്, അവിടെ മെഡിക്കലിന്റെ പഠിച്ച നേഴ്സായാലും അവർക്കൊരു കാര്യങ്ങൾ അവർ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കാൻ അതിന്റെ നല്ല പഠിപ്പുള്ള ആരുണ്ടായിരിക്കണം? ഒരു മെഡിക്കൽ പേഴ്സണൽ വ്യക്തി ഉണ്ടായിരിക്കണം, ഒരാളുണ്ടായിരിക്കണം അല്ലെ? മെഡിക്കൽ ആ ഒരു വ്യക്തിയുടെ ട്രെയിനിങ് നമുക്ക് ഇൻസഫിഷ്യന്റ്, അത് കിട്ടാതെ വന്നാൽ ഒരു പ്രോബ്ലം ആണ് അല്ലെ? ആംബുലേറ്ററി കെയർ മീൻസ് ആംബുലേറ്ററി സർവീസ് അല്ലല്ല, ആംബുലൻസ് സർവീസ് അല്ല. ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ ആംബുലേറ്ററി സർവീസ് എന്ന് പറയുന്നത്, കെയർ എന്ന് പറയുന്നത് ആംബുലൻസ് അല്ല. ഓക്കെ, നമ്മള് ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലെല്ലാം പെടും. ഓവർ ക്രൗഡഡ് നമുക്ക് വരുമ്പോ ഞാൻ പറഞ്ഞുതരാട്ടാ. അത് ഓവർ ക്രൗഡ് തന്നെ പറയുമ്പോൾ അമിതമായ ഭയങ്കര തിക്കും തിരക്കും, അതാണ്. അത് നമുക്ക് വരട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ആംബുലേറ്ററി കെയർ, ഇപ്പൊ ഒരാൾ ചോദിച്ചു ആംബുലേറ്ററി കെയർ ആംബുലൻസ് ആണോ എന്ന്. അത് ആംബുലൻസ് ആയിട്ട് ബന്ധപ്പെട്ടതല്ല. ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിന്റെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഫീൽഡ്, സ്റ്റാഫ് നഴ്സ്, അവിടുത്തെ കാര്യങ്ങളില്ലേ, മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആംബുലേറ്ററി കെയർ എന്നാ പറയാ. അതിന്റെ ആ ഒരു കെയർ, ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ കെയർ
ഓക്കെ, അതിന് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് നമ്മളിപ്പോ ഒരു നഴ്സിംഗ് പഠിച്ചു എല്ലാം കഴിഞ്ഞു അവിടെ ചെന്നാലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മൾക്ക് നമ്മുടെ മുകളിൽ ഒരു ഇൻചാർജ് ഉണ്ടാവും ഇല്ലേ? നഴ്സിംഗിലാണെങ്കിൽ നഴ്സിംഗ് ഇൻചാർജ് ഉണ്ടാവും. ആ ഇൻചാർജിന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടാവും. ആ നഴ്സിംഗ് സൂപ്രണ്ടിന് പറഞ്ഞു കൊടുക്കാൻ അതിന്റെ മേളിൽ ആരുണ്ടാവും? അങ്ങനെ ഓരോ പേഴ്സൺ വ്യക്തികളുണ്ട് ഇല്ലേ? അപ്പൊ അത് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ആ ഒരു ട്രെയിനിങ് തരാനായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഹെഡ് എല്ലാത്തിനും ഒരു ഹെഡ് ഉണ്ട്. നമുക്കിങ്ങനെ ആ ഒരു ഹെഡ് ഒരു ഹോസ്പിറ്റലില് ഒരു ആര് വന്നാലും വേണമെങ്കിൽ നിങ്ങൾ നഴ്സാണ് നിങ്ങളുടെ ഡ്യൂട്ടി എടുത്തോളാൻ പറഞ്ഞ മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് അറിയണ ആരെങ്കിലും നമുക്കൊരു ട്രെയിനിങ് തരണം. അങ്ങനെ ഒരാള് ആ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ അതൊരു പ്രോബ്ലം അല്ലേ? അതൊരു പ്രോബ്ലമാണ്. അതാണ് നമ്മൾ എത്ര പഠിച്ചു വന്ന ഒരു ഡോക്ടർ ആയാലും, എത്ര പഠിച്ചു വന്ന ഒരു നഴ്സ് ആയാലും, എത്ര പഠിച്ചു വന്ന ആരായാലും നമ്മൾക്ക് അതിനൊരു ട്രെയിനിങ് ഉണ്ട്. ആ ഒരു ട്രെയിനിങ് പറഞ്ഞു തരാൻ ആരുമില്ലെങ്കിൽ അത് നമുക്ക് ഒരു പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ഇവിടുന്ന് പഠിച്ച് പാസ്സായി നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടി. ജോലി കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയി ആ കസേരയിൽ പോയിരിക്കുവോ? നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഞാൻ ഇവിടുത്തെ ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ ആ കസേരയിൽ പോയിരിക്കില്ല. നമുക്ക് അതിന്റെ കാര്യങ്ങള് അതിന്റെ മുകളിലുള്ള ആള് അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് നമ്മളോട് എന്ത് പറയും? നിങ്ങൾ ഇതാണ് ഇവിടെ ഇരിക്കണ്ടേ, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു ട്രെയിനിങ് തരും ഇല്ലേ? ചിലപ്പോ ഒരു ദിവസം തരും, ചിലപ്പോ 2 ദിവസം തരും. എന്നാലല്ലേ നമുക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. അല്ലാതെ നമ്മൾ ഓടിക്കേറിയ കസാലയിൽ ഇരുന്നിട്ട് ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ, ഡിസ്റ്റർബൻസ് തന്നെയുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ, മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ? അതാണ് അവിടെ പറഞ്ഞേ, അതിന്റെ ഒരു കുറവ് അല്ലെ? പറഞ്ഞു തരാനായിട്ട് ആംബുലേറ്ററി സർവീസ്, ആ ഹോസ്പിറ്റലിലുള്ള ആ ഒരു ആംബുലേറ്ററി കെയർ, ആംബുലേറ്ററി സർവീസ്, അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു മെഡിക്കൽ പേഴ്സണലിന്റെ ഇൻസഫിഷ്യന്റ്, അതിന്റെ ഒരു കുറവ്, അതൊരു പ്രോബ്ലം അല്ലേ? അതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ് എന്താ? ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ അല്ലെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. എന്താ പറഞ്ഞേ? 5ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? 6ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു വിഘടനം എന്ന് വെച്ചാല് ഒരു തടസ്സം. ഓഫ് കെയർ, നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യണേലും ആ കെയർ ചെയ്യണേലൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം വരാം. പുവർ കമ്മ്യൂണിക്കേഷൻ വരാം. നമ്മളെന്താ അവരോട് മതിയായ രീതിയിൽ ഒരു പുവർ കമ്മ്യൂണിക്കേഷൻ എന്താ വെച്ചാ ഒരു മോശമായ കമ്മ്യൂണിക്കേഷൻ അവരോട്, നമ്മുടെ പേഷ്യന്റിനോട്. അപ്പൊ പരിചരണത്തിന് എന്തെങ്കിലും ഒരു തടസ്സം നേരിടാം, അല്ലെങ്കിൽ നമ്മള് പുവർ കമ്മ്യൂണിക്കേഷൻ, മോശമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം. ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ്. എന്താ? അവർക്കത് മനസ്സിലാവാതെ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അവർക്കൊരു ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു ഡിമാൻഡ്സ്, അവർക്ക് എന്തെങ്കിലും ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ ഡിമാൻഡ്സ് എന്ന് വെച്ചാൽ അവരെ ഡിമാൻഡിന്റെ, അവരെ ആവശ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാണ്ട് ഇരിക്കുന്നത്. ഇൻആഡിക്വേറ്റ് മനസ്സിലാകാതെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരുടെ ഇതിനെ കുറിച്ച്. അപ്പൊ അതൊരു പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, നമ്മൾ നല്ല രീതിയിൽ അവർക്ക് കെയർ കൊടുക്കണില്ലെങ്കിൽ തന്നെ അതിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ്. ഫ്രാഗ്മെന്റേഷൻ തടസ്സപ്പെടുത്തുക, വിഘടനം എന്ന് വെച്ചാൽ അത് നമ്മൾ തടസ്സപ്പെടുത്തണം. എങ്ങനെ തടസ്സപ്പെടുത്തണം? പുവർ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ മോശമായിട്ട് അവരോട് സംസാരിക്കാം. നമ്മൾ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ ആണെങ്കിലും അവരോട് മോശമായിട്ട് സംസാരിക്കരുത് അല്ലെ? നമ്മൾ അവരോട് നമ്മളുടെ കുടുംബത്തിൽ പോലെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് തന്നെ കാണണമെന്നാണ് നഴ്സിംഗ് പഠിക്കുന്നവരോട് അവർക്ക് തിയറിയിൽ മെയിൻ ആയിട്ട് പറയണേ. നഴ്സിംഗ് ആയാലും ഡോക്ടേഴ്സ് ആയാലും മെഡിക്കൽ ഫീൽഡ് എന്തായാലും അവരോട് എങ്ങനെ നമ്മൾ സംസാരിക്കണം? ഒരു നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് തന്നെ നമ്മൾ അവരോട് പെരുമാറണം. അത് ഹോസ്പിറ്റലിൽ, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയാലും ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് പറഞ്ഞ് വലിയ ആളായിട്ടിരിക്കാൻ പാടില്ല. അപ്പൊ അതാ പറഞ്ഞ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയറിന്റെ കാര്യത്തിലൂടെ തടസ്സം കൊടുക്കുക, പുവർ കമ്മ്യൂണിക്കേഷൻ, അവരോട് മോശമായിട്ട് സംസാരിക്കുക, ആൻഡ് ഇൻആഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ, അവരുടെ ഡിമാൻഡ്സ്, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെങ്കിലും നമ്മളത് മൈൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു കാര്യം അതൊരു ജനറൽ പ്രോബ്ലംസിൽ പെട്ടാണ്. ഓക്കെ,
മോശമായ രീതിയിൽ അവരോട് മോശമായ രീതിയിൽ സംസാരിക്കുമ്പോഴും പിന്നെ അവരുടെ ആവശ്യത്തെ കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ അതിന്റെ ഒരു ധാരണ മനസ്സിലാകാത്ത പോലെ ഇരിക്കുന്നതും അതൊക്കെ എന്താ അതൊക്കെയാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ജനറൽ പ്രോബ്ലം. 6ാമത്തെ ജനറൽ പ്രോബ്ലം ആണ്. ഒന്നുകൂടി പറയാ 6ാമത്തെ ജനറൽ പ്രോബ്ലം എന്താ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പുവർ കമ്മ്യൂണിക്കേഷൻ മോശമായ സംസാരം, പിന്നെ മനസ്സിലാവാത്ത രീതിയിൽ അവരോടുള്ള ആ ഡിമാൻഡ്സ് അവരുടെ ഡിമാൻഡ്സ് നമ്മൾ മനസ്സിലാകാത്ത രീതിയിൽ ഇൻഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദയർ ഡിമാൻഡ്സ്. ഓക്കെ 7ാമത്തെ പോയിന്റ് എന്താ an organizational structure geared to traditional preference and needs of the providers. എന്താ പറഞ്ഞേ അവിടെ എന്താ പറഞ്ഞേ an organizational structure geared എന്ന് വെച്ചാൽ geared എന്ന് വെച്ചാൽ എന്താ അത് കിട്ടാത്തവർ എഴുതിയിട്ടോ സജ്ജീകരിക്കുക. ഓക്കെ ഗിയേർഡ് എന്താ സജ്ജീകരിക്കുക. എന്താ സജ്ജീകരിക്കണം ടു ട്രഡീഷണൽ പ്രിഫറൻസ് ആൻഡ് നീഡ്സ് ഓഫ് പ്രൊവൈഡേഴ്സ് എന്ന് വെച്ചാൽ എന്താ ട്രഡീഷണൽ പ്രിഫറൻസ് എന്ന് വെച്ചാൽ പരമ്പരാഗതമായ മുൻഗണയ്ക്കും അവരുടെ ആവശ്യങ്ങൾക്കും നമ്മൾ എന്ത് കൊടുക്കണം ഒരു ആ ഓർഗനൈസേഷനിൽ അവരുടെ ആ സംഘടനയിൽ ഒരു മുൻഗണന കൊടുക്കണം. ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ അവിടെ ഗിയേർഡ് അവിടെ എങ്ങനെയാണ് സജ്ജീകരിച്ചു വെച്ചേക്കണേ ട്രഡീഷണൽ പ്രിഫറൻസ് പരമ്പരാഗതമായിട്ടുള്ള ഒരു മുൻഗണനയും പിന്നെ അവരുടെ നീഡ്സ് ഓഫ് ദ പ്രൊവൈഡേഴ്സ് അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം നമ്മൾ. ഓക്കെ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു ജനറൽ പ്രോബ്ലം ആണ്. ഒന്നുകൂടി പറയാം an ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അവരെ ആ ഒരു സംഘടനയിൽ എന്ന് വെച്ചാൽ അവരൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ആ ഓതറൈസ്ഡ് അതിൽ ആ അതോറിറ്റിയിൽ എന്താ അതിന്റെ സ്ട്രക്ചർ സജ്ജീകരിച്ചു വെച്ചേക്കണത് ടു ട്രഡീഷണൽ പ്രിഫറൻസ് പരമ്പരാഗതമായി അവർക്കൊരു പ്രിഫറൻസ് കൊടുക്കുക. അതൊരു പ്രോബ്ലം അല്ലേ? അങ്ങനെ സജ്ജീകരിക്കാൻ പാടില്ല അല്ലെ? നമ്മളെല്ലാവർക്കും മുൻഗണന കൊടുക്കാം. ഇപ്പൊ പരമ്പരാഗതമാണ് അവര് ഗിയേർഡ് മീനിങ് എന്ന് വെച്ചാൽ സജ്ജീകരിച്ചിരിക്കുക ക്രമീകരിച്ചിരിക്കുക ക്രമീകരണം അല്ലെങ്കിൽ സജ്ജീകരണം. സജ്ജീകരിക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക. ഓക്കെ സജ്ജീകരിക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക. അപ്പൊ ആ ഒരു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ ആ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ക്രമീകരിച്ചേക്കണേ ടു ട്രഡീഷണൽ പ്രിഫറൻസ് എന്ന് വെച്ചാൽ പരമ്പരാഗതമുള്ളവർക്ക് എന്ന് വെച്ചാൽ നല്ല കുടുംബത്തിൽ അവര് ഹോസ്പിറ്റലിൽ പാവങ്ങൾക്ക് വേറൊരു രീതി പണക്കാർക്ക് അതാണ് ഇവിടെ പറഞ്ഞത്. അത് നല്ലതല്ലോ അല്ല? നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാവരും നമുക്ക് പേഷ്യൻസാ. ഹോസ്പിറ്റലിൽ ആര് വന്നാലും അവരൊക്കെ നമുക്ക് തുല്യരാ. അവിടെ പണക്കാരുന്നില്ല പാവങ്ങളുന്നില്ല കുടുംബക്കാരുന്നില്ല തറവാട്ടുകാരുന്നില്ല അല്ലെ? എല്ലാവരും ജാതി മതം ഒന്നും നോക്കാതെ നമ്മൾ ഈക്വൽ ആയിട്ട് എന്ത് വേണം അവരെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ചില ഹോസ്പിറ്റലില് അവിടുത്തെ ഓർഗനൈസേഷന്റെ ആ സ്ട്രക്ചർ തന്നെ ആ ഒരു ഘടന തന്നെ ഇങ്ങനെ ക്രമീകരിച്ചേക്കണേ ടു ട്രഡീഷണൽ പ്രിഫറൻസ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ എന്ന് വെച്ചാൽ പരമ്പരാഗതമായി കുടുംബക്കാർക്ക് ചിലപ്പോ തറവാട്ടുകാര് ചില പറയും അവര് വലിയ ആൾക്കാരാണ് അവർക്കാണ് പ്രിഫറൻസ് അവര് കഴിഞ്ഞിട്ടുള്ളൂ. ഇവര് ചിലപ്പോ ഇപ്പൊ കയറി വന്നാലും ആദ്യം നിൽക്കുന്നത് ഒരു പാവപ്പെട്ടതായിരിക്കും. അപ്പൊ പ്രിഫറൻസ് ആർക്ക് കൊടുക്കണം ട്രഡീഷണൽ അവർക്ക് കൊടുക്കണം. അങ്ങനെ പാടില്ല. ആൻഡ് നീഡ്സ് ടു ഓഫ് ദ പ്രൊവൈഡ് അവർക്ക് എന്ത് ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്യണത് അങ്ങനെ ചെയ്യരുത്. അതൊരു പ്രോബ്ലം അല്ലേ? അതൊരു എന്താ പറയാ പക്ഷാപാതം ചെയ്യണതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ തുല്യരാണ്. അതൊരു പ്രോബ്ലം ആണ്. ലാസ്റ്റ് പോയിന്റ് എന്താ റെസിസ്റ്റന്റ് ടു ചേഞ്ച്. എന്താ മാറ്റത്തിനുള്ള ഒരു റെസിസ്റ്റൻസ്. നമ്മൾ ചേഞ്ച് മാറ്റം ഒരു റെസിസ്റ്റൻസ് ഇതെല്ലാം നമ്മള് പ്രതിരോധിക്കാം. ഈ ഇതൊക്കെ മാറ്റം റെസിസ്റ്റന്റ് ടു ചേഞ്ച് മാറ്റത്തിന്റെ പ്രതിരോധം ഇതെല്ലാം നമ്മൾ മാറ്റാം. അപ്പൊ ഒന്നും കൂടി പറയാ നമ്മൾ പ്രോബ്ലംസ് ആണ് പഠിക്കണേ. അതിൽ ജനറൽ പ്രോബ്ലം ഉണ്ട് സ്പെസിഫിക് പ്രോബ്ലം ഉണ്ട്. സജ്ജീകരിക്കുക ഗിയേർഡാണ് സജ്ജീകരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ എന്താ പ്രോബ്ലംസ് അതിന്റെ പ്രോബ്ലംസിൽ ഒന്നാമത്തെ പ്രോബ്ലം ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടർമാരുടെ കുറവ്. രണ്ടാമത് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ശരിയായ രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ. മൂന്നാമത്തത് ലോങ് വെയിറ്റിംഗ് അറ്റ് ദ മെഡിസിൻ റൂമിന്റെ അടുത്ത് ഒരുപാട് നേരം ദീർഘദൂരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് അവിടെ ആവശ്യത്തിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുന്നത്. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ
അവിടെ ട്രെയിനിങ് കൊടുക്കാനായിട്ട്, നല്ലൊരു ക്ലാസ് കൊടുക്കാൻ, ട്രെയിനിങ് കൊടുക്കാൻ ഒരു നല്ലൊരു മെഡിക്കൽ പേഴ്സണൽ ഇല്ല. പിന്നെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പുവർ കമ്മ്യൂണിക്കേഷൻ, then understanding their demands. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എങ്ങനെ ക്രമീകരിച്ചേക്കണത് ടു ട്രഡീഷണൽ പ്രിഫറൻസ്, ട്രഡീഷണൽകാർക്ക് മാത്രം മുൻഗണന, അതുകൊണ്ട് തന്നെ അവരുടെ നീഡ്സ് ഓഫ് ദ പ്രൊവൈഡ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് റെസിസ്റ്റന്റ് ടു ചേഞ്ച്. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം പറഞ്ഞേ? തടസ്സം, ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക, കെയറിനെ അവരെ പരിചരിക്കുന്നത് തടസ്സപ്പെടുത്തുക. ഫ്രാഗ്മെന്റേഷൻ തടസ്സം. 6th പോയിന്റ് ആണ് പറഞ്ഞത്, ഫ്രാഗ്മെന്റേഷൻ തടസ്സം. 8th പോയിന്റ് റെസിസ്റ്റന്റ് ടു ചേഞ്ച്, മാറ്റത്തിന്റെ, അതിനൊക്കെ ഒരു മാറ്റത്തിന്റെ പ്രതിരോധം, റെസിസ്റ്റൻസ് ചെയ്യുക, മാറ്റത്തിന്റെ പ്രതിരോധം, അത്രേ ഉള്ളൂ, മാറ്റത്തിനുള്ള ഒരു പ്രതിരോധം. ഓക്കെ, ഇത് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്നാ വരുള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്നെങ്കിലും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരും. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് വരാനുള്ള കാര്യം എന്ന് പറയാനായിട്ട് ഇതിലിപ്പോ കാണുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ നിങ്ങളോട് ഇപ്പൊ ഏതെങ്കിലും ഇതിൽ തരും, ഒന്നല്ലെങ്കിലും എളുപ്പമുള്ളതാ തരുള്ളൂ. ഷോർട്ടേജ് ഫെസിലിറ്റീസ് തരും, ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ ലോങ് വെയിറ്റിംഗ് ടൈം മറ്റ് മെഡിക്കൽ റൂം, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ടു ചേഞ്ച്. ഇങ്ങനെ ഏതെങ്കിലും തന്നിട്ട് ചോദിക്കൂ ഇത് ഏത് പ്രോബ്ലംസിൽ ഉൾപ്പെട്ടതാണ്, വിച്ച് ഇൻക്ലൂഡിംഗ് ദ പ്രോബ്ലംസ്. ഏത് പ്രോബ്ലംസാ? ജനറൽ പ്രോബ്ലം ആണോ, സ്പെസിഫിക് പ്രോബ്ലം ആണോ, അതോ ഇത് പ്രോബ്ലം അല്ലേ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, പോയിന്റ് മാത്രം കറക്റ്റ് മനസ്സിലാക്കുക, ബാക്കിയൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ, സ്പെസിഫിക് ജനറൽ പ്രോബ്ലം. ഓക്കെ 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 അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്പെസിഫിക് പ്രോബ്ലം. എന്താ സ്പെസിഫിക് പ്രോബ്ലം നോക്കാം. സ്പെസിഫിക് പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താ? duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. എല്ലാവരും ബുക്കിൽ എന്താ കൊടുത്തേക്കണേ? എല്ലാവരും ബുക്കിൽ എങ്ങനെ കൊടുത്തേക്കണേ? പേസ് എന്നാണ്. ഓക്കെ, അതായിരിക്കും. അപ്പൊ ഇതിൽ ഇങ്ങനെ പറഞ്ഞേക്കണത് പേസ് ആയിരിക്കും. ഓക്കെ 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 അപ്പൊ ചിലപ്പോ ടു കീപ്പ് പേസ് ആ വേഗത, ഇതാണ് കറക്റ്റ് ആയിരിക്കും. അപ്പം പീസ് അല്ല, പേസ് തന്നെയാണ്. എന്താ പറഞ്ഞേക്കണേ? duties undertaken by the auxiliaries are done hurriedly in order to keep pace. keep pace എന്ന് വെച്ചാൽ എന്താ? വേഗത ഉണ്ടാക്കാം, വേഗത. വിത്ത് കൺസൾട്ടേഷൻ ഓഫ് ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഡോക്ടർമാരുടെ ആ ഒരു കൺസൾട്ടേഷൻ, അവർ ആ ഒരു കൂടിയാലോചനയ്ക്ക് അനുസൃതമായിട്ട് ഡ്യൂട്ടി എടുക്കണം. എന്താ ചെയ്യണ്ടേ? എങ്ങനെ എടുക്കണം? ഡ്യൂട്ടി അണ്ടർടേക്ക്. നമ്മൾ എങ്ങനെ ഡ്യൂട്ടി എടുക്കണം? എങ്ങനെ എടുക്കണം? hurriedly in order to keep pace, വേഗത്തില് ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ അനുസരിച്ച്, ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ അനുസരിച്ച് നമ്മൾ ഡ്യൂട്ടി ഏറ്റെടുക്കണം. ഓക്കെ, നമ്മളൊരു ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ, അത് സ്പെസിഫിക് പ്രോബ്ലം ആണ്. ദിസ് ക്രിയേറ്റ്, വായിക്കാമേ? ഓക്കെ, ഞാൻ മറന്നുപോയി. നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മുടെ ഇത് തീരൂല. ഞാൻ വായിപ്പിക്കാം. നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോയിന്റ്സുകൾ വായിപ്പിക്കാം. ലാസ്റ്റ് ഒന്ന് കഴിയട്ടെ, നമുക്ക് ഇത്രയുണ്ട്. ഇതിപ്പോ നമുക്ക് 1 മണിക്കൂർ കിട്ടിയിട്ട് ഇതൊന്ന് തീർക്കണ്ടേ? വായിപ്പിക്കാട്ടോ. ഓക്കെ, എല്ലാവരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. അപ്പൊ നമ്മൾ ഇതൊന്നും എടുത്ത് തീരട്ടെ, അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോ ഒന്നും കൂടി മനസ്സിലാവും. നിങ്ങളുടെ വായിക്കുമ്പോ നമ്മൾ പഠിച്ചത് നിങ്ങളുടെ മനസ്സിലോട്ട് വരും. അതുപോലെ പോരെ അത്? ഓക്കെ, ഓക്കെ അപ്പൊ നമ്മൾ ഒന്ന് നോക്കാം. അപ്പൊ സ്പെസിഫിക് ആയ പ്രോബ്ലം, നമ്മൾ ഇത്ര നേരം ജനറൽ പ്രോബ്ലംസ് പറഞ്ഞു. 8 പോയിന്റ് നമ്മൾ എന്ത് പറഞ്ഞു? ജനറൽ പ്രോബ്ലം. ഇനി സ്പെസിഫിക് ആയ പ്രോബ്ലം. ആ സ്പെസിഫിക് ആയ പ്രോബ്ലം പറഞ്ഞത് എന്താ പറഞ്ഞേ? ഡോക്ടർമാരെ കൺസൾട്ടേഷന് അനുസരിച്ച്, അവരുടെ ആ ഒരു കൂടിയാലോചന കൺസൾട്ടേഷൻ അനുസരിച്ച് അവരെങ്ങനെ ഡ്യൂട്ടി എടുക്കണം? hurriedly in order to keep pace with the consultation of doctor. അവര് പെട്ടെന്ന് തന്നെ ഡ്യൂട്ടി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ this create inappropriate documentation. എന്താ? അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഒരു ഡോക്യുമെന്റേഷൻ തരില്ല. അവിടെ എന്ത് വരും?
അവിടെ എന്ത് സൃഷ്ടിക്കും? അവിടെ ഇൻക്രിയേറ്റ്സ് അപ്രോപ്രിയേറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ്, നമുക്ക് യോജിക്കാൻ പറ്റാത്ത. അപ്രോപ്രിയേറ്റ് എന്താ? ഉചിതമായത്. ഇൻഅപ്രോപ്രിയേറ്റ് എന്താ? ഉചിതമല്ലാത്ത ഒരു സിറ്റുവേഷൻ വരും അല്ലെ? എന്താ വരാ? നമ്മളെ ഡ്യൂട്ടിയില് ഡോക്ടർമാര് പെട്ടെന്ന് ഡോക്ടർമാർക്ക് എന്താ ഡ്യൂട്ടി? പേഷ്യൻസ് വരാം, പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യാം, അതനുസരിച്ച് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡോക്ടർമാര്. അപ്പൊ ചില പ്രോബ്ലംസ് ചില എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല, ചില സ്ഥലത്തൊക്കെ വരും. എങ്ങനെ? ഡോക്ടർമാര് ആ കറക്റ്റ് സമയത്തിന് ഡോക്ടേഴ്സ്മാര് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അവരാ ഇത് ഏറ്റെടുക്കില്ല. എന്തെടുക്കില്ല? പേഷ്യൻസിനെ നോക്കണ കാര്യത്തിലൊക്കെ. അതാണ് അണ്ടർടേക്ക് ബൈ ആക്സിലറി സഡൻ ഹറിഡ്ലി ഇൻ ഓർഡർ എന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ കൂടിയാലോചന എന്ന് വെച്ചാൽ അവരെ കൺസൾട്ടേഷന് അനുസൃതമായിട്ട് വേണം അവർക്ക് ഡ്യൂട്ടി എടുക്കാൻ. ഓരോ ഡോക്ടർമാരും ഓരോ ഡ്യൂട്ടി എടുക്കുന്നത് അവരെ കൺസൾട്ടേഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പൊ ഓരോന്നിനും ഓരോ ഡോക്ടർമാരുണ്ടാവും. ഫിസിഷ്യൻ എന്തായിരിക്കും? പനി, ജലദോഷം, തലവേദന, അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ നോക്കേണ്ടത് ഫിസിഷ്യൻ ആയിരിക്കും. എല്ലുമായിട്ട് ബന്ധപ്പെട്ട കൈയൊടിയ, കാലൊടിയ, അങ്ങനത്തെ ഒക്കെ ഉള്ളത് ആരായിരിക്കും? ഓർത്തോ ഡോക്ടർ ആയിരിക്കും. അപ്പൊ ഒരാൾ എല്ലിനൊടിഞ്ഞ്, കൈയൊടിഞ്ഞ്, കാലൊടിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അതിനെ ആ പേഷ്യന്റിനെ ഫിസിഷ്യനായിട്ട് കാണിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ പറയണേ ഇന്ന് അവിടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്, ഫിസിഷ്യനാണ്, ഫിസിഷ്യനെ കാണിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അപ്പൊ കൈയും കാലും ഒടിഞ്ഞാൽ നമ്മൾ ഓർത്തോ ഡോക്ടർ തന്നെ കാണണം. എല്ലിന്റെ ഡോക്ടർ, നമ്മൾ പറയണത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലിന്റെ ഡോക്ടർ തന്നെ വേണം. അപ്പൊ ഫിസിഷ്യനെ കാണിച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്, പേഷ്യന്റ് പറയുമെന്നും പറഞ്ഞ് നമ്മൾ ആ ഡോക്ടറെ കാണിപ്പിക്കാൻ പാടോ? ഇല്ല. അതങ്ങനെ കാണിച്ചാൽ ഡിസ്ക്രിയേറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ്, അത് ആ ഡോക്യുമെന്റ് അവിടുത്തെ ആ ഒരു ഇതിന് യോജിച്ചതല്ല. നമ്മൾ ആ ഡോക്ടർ ഏത് ഡോക്ടറിനാണോ കൺസൾട്ടേഷൻ ചെയ്യണേ ആ ഡോക്ടർക്ക് തന്നെ വേണം നമ്മൾ കാണാനായിട്ട്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. അത് സ്പെസിഫിക് പ്രോബ്ലം. ചില സ്ഥലത്ത് ഒരു ഡോക്ടർ ഉണ്ടാവുള്ളൂ. കണ്ണിനായാലും കാലിനായാലും സർജറി ആയാലും ആ ഒരു ഡോക്ടർ. എന്ത് ചെയ്താലും നമ്മൾ ആ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കും. പക്ഷെ ആ ഡോക്ടർ മെയിൻ കാര്യം പഠിച്ചു വെച്ചേക്കുന്നത്, ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവര് ഏറ്റവും കൂടുതൽ പഠിച്ചേക്കണ കാര്യത്തില് ഹറീഡ്ലിയുടെ അർത്ഥമാണോ ചോദിക്കുന്നത്? നിങ്ങൾ അർത്ഥം എഴുതി വെക്കുന്നുണ്ടാ? ഉണ്ട്. ആ, അപ്പൊ എഴുതി വെച്ചോ. തിടുക്കത്തില്, തിടുക്കം. ഹറീഡ്ലി എന്ന് വെച്ചാ തിടുക്കത്തില്. പേസ് എന്ന് വെച്ചാ വേഗത്തിൽ. ഹറീഡ്ലി തിടുക്കത്തിൽ, ടു കീപ്പ് പേസ് വേഗത്തിൽ തന്നെ, വിത്ത് കൺസൾട്ടേഷൻ. അപ്പൊ നമ്മൾ ഈ പേഷ്യന്റിനെ എങ്ങനെയാണ് നമ്മൾ നോക്കണേ? പേഷ്യൻസിനെ പെട്ടെന്ന് തിടുക്കത്തിൽ വേഗത്തിൽ തന്നെ പേഷ്യൻസിനെ കൺസൾട്ടേഷൻ ചെയ്യരുത്. പിന്നെ ഡോക്ടർമാരെ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർമാര് അതാത് ഒപ്പിയിൽ തന്നെ ഇരിക്കണം. ഫിസിഷ്യൻ ആണെങ്കിൽ ഫിസിഷ്യനെ കാണിക്കണം. പിന്നെ പേഷ്യന്റിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട്, ഒരു പേഷ്യന്റ് വന്നു, എന്താണ് അസുഖം, പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ അടുത്താൾ വരും എന്നും പറഞ്ഞ് അവരെ കണ്ട് തന്നെ ചികിത്സിക്കല്ല. അവരെ കാര്യങ്ങൾ ഇരുത്തി മനസ്സിലാക്കി അവരെ ടെമ്പറേച്ചർ, TPR എന്തായാലും മസ്റ്റ്. ഒരു പേഷ്യന്റ് വന്നാൽ ആ പേഷ്യന്റിന്റെ TPR കറക്റ്റ് നോക്കണം. ടെമ്പറേച്ചർ, പൾസ് റേറ്റ്, പിന്നെ BP, ഏതാ റെസ്പിറേഷൻ, ഇത് കറക്റ്റ് നോക്കിയിട്ട് വേണം ഏതൊരു പേഷ്യന്റ്, അത് OP-യിലായാലും വേണ്ടില്ല, കാഷ്വാലിറ്റിയിലായാലും വേണ്ടില്ല, ഏതൊരു പേഷ്യന്റും ഫസ്റ്റ് ടൈം തന്നെ വന്നിരിക്കുമ്പോ തന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കും. ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറഞ്ഞുതരാം. ഏതാ സ്പെസിഫിക് പ്രോബ്ലം അല്ലേ ഇപ്പൊ നമ്മള് പറഞ്ഞേ? ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞേ? ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ ബൈ ദ ഓക്സിലറീസ് ആർ ഡൺ ഹറീഡ്ലി. എന്താ പറഞ്ഞേ? ശ്രദ്ധിച്ചിരിക്കുക. ഈ പോയിന്റ് ഒന്നുകൂടി പറയാണ്. സ്പെസിഫിക് ആയിട്ട് ചില പെട്ടെന്ന് എപ്പോഴുള്ള പ്രോബ്ലം അല്ല, ജനറൽ ആയിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലം അല്ല, അപൂർവമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. ഇതാണ് നമ്മൾ സ്പെസിഫിക് പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം എന്താ? ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ. നമ്മൾ ഡ്യൂട്ടി എടുക്കുമ്പോൾ ആരെടുക്കാം? ഡോക്ടർമാരല്ലേ ഡ്യൂട്ടി, നഴ്സായാലും അവര് ഡ്യൂട്ടി എടുക്കുമ്പോൾ ബൈ ദ ആക്സിലറീസ്. ആക്സിലറീസ് എന്താ? ആക്സിലറീസ് എന്താ? നമ്മൾ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? ആർ ഡൺ ഹറീഡ്ലി എന്ന് വെച്ചാൽ തിടുക്കത്തില്, പെട്ടെന്ന്
in order to keep pace with the consultation of doctor. അപ്പൊ എങ്ങനെ സഹായിക്കണം? തിടുക്കത്തില് ഓർഡർ എടുത്ത് ടു കീപ്പ് പേസ്, അവരെ സ്പീഡില് പേസ് എന്താണ് നമ്മൾ പറഞ്ഞത്? വേഗത്തിൽ തന്നെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യരുത് പേഷ്യന്റിനെ. ഇതിൽ ചെയ്താൽ എന്തുണ്ടാവും? ദിസ് ക്രിയേറ്റ്സ് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ ആവും. വേഗത്തിൽ തന്നെ ഒരു പേഷ്യന്റിനെ നോക്കിയാൽ ഇത് എന്താവും? ഇൻഅപ്രോപ്രിയേറ്റ്, അത് നമുക്ക് കറക്റ്റ് യോജിക്കാത്ത രീതിയിലുള്ള ഒരു കൺസൾട്ടേഷൻ ആവും. ഓക്കെ, അതാണ് അതിന്റെ അവിടെ പറഞ്ഞേക്കണം. അത് ചുരുക്കി പറഞ്ഞാല് നമ്മളൊരു പേഷ്യന്റിനെ കണ്ട്, ഡോക്ടറാണെന്ന് വിചാരിക്കുക, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു പേഷ്യന്റിനെ കണ്ടു, ട്രീറ്റ്മെന്റ് ചെയ്യണ്. പേഷ്യന്റിനെ കൊണ്ട് ഫസ്റ്റ് തന്നെ എല്ലാ കാര്യവും ചോദിച്ച് മനസ്സിലാക്കി അവരെ TPR, ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ, ഈ 4 വേണമെങ്കിൽ അവരെ വെയിറ്റും, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് നോക്കി അവരെ കറക്റ്റ് അത് ചെയ്തിട്ട് വേണം അവരെ പരിശോധിച്ച് അവരെ ഡീറ്റെയിൽ അറിയാൻ. അല്ലെ, നമ്മൾ ഏത് പേഷ്യന്റ് വന്നിരുന്നാലും നമ്മൾ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും നമ്മളുടെ ആദ്യം തന്നെ നമുക്ക് പനി ഉണ്ടോ എന്ന് നോക്കും, പ്രഷർ നോക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് പ്രഷർ ആയിട്ടായിരിക്കില്ല നമ്മൾ പോണത്, പക്ഷെ എവിടെ ചെന്നാലും നമ്മുടെ പ്രഷർ ആദ്യം നോക്കും ഡോക്ടർ. ഒരു സാധനം ചുറ്റി, ഒരു BP പാചകത്ത് എടുത്തിട്ട് ഒരു സാധനമൊക്കെ ചുറ്റി നോക്കണില്ലേ? അപ്പൊ അതാണ് പ്രഷർ നോക്കണേ. പക്ഷെ അങ്ങനെ വേണം നോക്കാൻ. പക്ഷെ സ്പെസിഫിക് പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാ? ഡ്യൂട്ടീസ് അണ്ടർടേക്കൻ, ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സ് എന്താ ചെയ്യണേ? അവർ പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ തന്നെ പേഷ്യന്റിനെ പരിശോധിക്കും. ഇതൊന്നും നോക്കില്ല. പെട്ടെന്ന് എന്താ അസുഖം, അത് മാത്രം അതിനുള്ള അസുഖത്തിനുള്ള ആ മരുന്ന് കുറിച്ചു കൊടുത്ത് കുറിപ്പടി കൊടുക്കും. അല്ലെ, അങ്ങനെ വരുമ്പോഴാണ് ഇൻഅപ്രോപ്രിയേറ്റ് ഉണ്ടാവുന്നത്. അവിടെ യോജിക്കാത്ത തരത്തില് ബുദ്ധിമുട്ട് വരുന്നത്. അത് സൃഷ്ടിക്കും, ഡിസ്ക്രിയേറ്റ് ചെയ്യും, അനുചിതമല്ലാത്തത്. അല്ലെ, നമ്മൾ ഉചിതമായിട്ട് ചെയ്യണം. കറക്റ്റ് എല്ലാ കാര്യങ്ങളും TPRന്റെ രീതിയിൽ വെയിറ്റ് നോക്കി, അപ്പൊ തന്നെ പേഷ്യൻസിന് ഒരു ആശ്വാസമായിരിക്കും. പ്രഷർ ഇല്ല, പനി ഇല്ല, റെസ്പിറേഷൻ നോക്കും, വെയിറ്റ് നോക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ആ റൂമിൽ തന്നെ വന്ന് നമ്മളെ കൊണ്ട് നോക്കിക്കുമ്പോ നമുക്ക് എന്താ, നമുക്കായാലും ഒരു സന്തോഷമുള്ളൂ. വെയിറ്റ് കറങ്ങി അല്ലേ, നമ്മൾ എന്തായാലും ക്യാഷ് കൊടുത്ത് ചീട്ടെടുത്ത് ഡോക്ടറെ കാണാനിരിക്കും. ഇതൊന്നും നോക്കാത്ത കാര്യമാണ് ഈ സ്പെസിഫിക് പ്രോബ്ലത്തിൽ പറഞ്ഞേക്കണേ. മനസ്സിലായ നിനക്ക്? ഇപ്പൊ മനസ്സിലായ? ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഡ്യൂട്ടീസ് അണ്ടർടേക്കൺ എടുക്കുമ്പോൾ പെട്ടെന്ന് വേഗത്തിൽ എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡിസ്ക്രിയേറ്റ് ഇൻഅപ്രോപ്രിയേറ്റ്, അവിടെ എന്ത് വരും? അനുചിതമല്ലാത്ത രീതിയിൽ അവിടെ വരും. അതാണ് സ്പെസിഫിക് പ്രോബ്ലത്തിൽ പറഞ്ഞേക്കണേ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? രണ്ടാമത്തെ പോയിന്റ്, ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യൻസ്. എന്താ? നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ. ഓക്സിലറി സ്റ്റാഫ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ സഹായിക്കണ, നമ്മളവിടെ ഹെൽപ്പ് ചെയ്യണം. ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്, ചിലപ്പോ ഡോക്ടർ ആവാം, ചിലപ്പോ നമ്മളെ സഹായിക്കുന്നത് അറ്റൻഡർ ആവാം, ചിലപ്പോ നമ്മൾ ലിഫ്റ്റ് കയറി, അപ്പൊ ലിഫ്റ്റില് ഒരു ബോയ് ഉണ്ടാവും. അപ്പൊ ആരാണോ നമ്മളെ സഹായിക്കാനായിട്ട് ആ സമയത്ത് വന്നത്, അവര് നമ്മളോട് സംടൈംസ്, ചില സമയത്ത് മിസ്ബിഹേവ് എന്ന് വെച്ചാൽ എന്താ? മോശമായിട്ട്, നമ്മളോട് മോശമായിട്ട് അവര് നമ്മളോട് പെരുമാറാം. അതാണ് രണ്ടാമത്തെ. എല്ലാ ഹോസ്പിറ്റലിലും നടക്കില്ല, പക്ഷെ ചില ഹോസ്പിറ്റലിൽ നടക്കും ഇല്ലേ? ചില അറ്റൻഡർമാര് വീൽ ചെയറിൽ പേഷ്യന്റിന്റെ തലക്കൊണ്ടൊക്കെ പോകുമ്പോ അവര് ചീത്ത കമന്റ് പറയും, ചിലപ്പോ നമ്മളെ ടച്ച് ചെയ്യും ഇല്ലേ? അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ലേഡീസ് ആയാലും ബോയ്സ് ആയാലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇല്ലേ? അപ്പൊ അത് അത് കറക്റ്റ് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്സിലറി സ്റ്റാഫ് എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫ്, ഉദ്യോഗസ്ഥൻ ആ ഹോസ്പിറ്റലിലായിരിക്കണം. അവിടെ വർക്ക് ചെയ്യുന്ന ഏത് സ്റ്റാഫ്, ഏത് ഉദ്യോഗസ്ഥനാണോ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ, ഒരു ലേഡി പേഷ്യന്റ് മാത്രം ലിഫ്റ്റിൽ പോവുകയാണെങ്കിൽ ആ പേഷ്യന്റിനെ നമ്മൾ പേഷ്യന്റ് ആണ്, അവർക്ക് ഇന്ന ഫ്ലോറിൽ പോകണം, ഒരു 3rd ഫ്ലോറിൽ പോകണം, അല്ലെങ്കിൽ 6th ഫ്ലോറിലൊക്കെ പോകണമെങ്കിൽ അവിടെ ഓപ്പറേറ്റർ ഉണ്ടാവും. ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒരു മെയിലാണെന്ന് വിചാരിക്കാം. അപ്പൊ അവര് നമ്മളെ ഓക്സിലറി സ്റ്റാഫ് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന സ്റ്റാഫാ. അവരെന്ത് വേണം? നമ്മളെ കറക്റ്റ് സമയത്ത് നമ്മളെ കറക്റ്റ് ഇതിൽ നല്ല ഇതിൽ കൊണ്ടുവന്നാക്കണം. 5th ഫ്ലോറിലാക്കേണ്ട റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്. പക്ഷെ അവര് നമ്മളോട് മോശമായി പെരുമാറി. അയാള് നോക്കുമ്പോ എന്താ, ഈ ലിസ്റ്റില് ഒരു പെണ്ണും ഒരാളും മാത്രമേ ഉള്ളൂ അല്ലെ? നമ്മള് ഹോസ്പിറ്റലിൽ വിശ്വാസത്തോടു കൂടിയാ ചെല്ലണത്. അപ്പൊ നമ്മൾ അവർ എന്ത് ചെയ്തു? മിസ്ബിഹേവ് ചെയ്തു, അവരോട് നമ്മളോട് മോശമായി പെരുമാറി.
അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞതാണ് സ്പെസിഫിക്കലി രണ്ടാമത്തെ പ്രോബ്ലം അല്ലേ? അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് ചില സമയത്ത് മിസ്ബിഹേവ് വിത്ത് പേഷ്യന്റിനോട് മോശമായിട്ട് സംസാരിക്കും. ഓക്കെ, ഇനി പറയണ്ടല്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താ? ഇൻ ആബ്സെൻസ് ഓഫ് എൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം patients start accumulating even before office time starts, creating a long queue of patients even before the arrival of doctors. എന്താ പറഞ്ഞേ? മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ? അവിടെ പറഞ്ഞത് ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ, നമ്മളവിടെ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല. ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ ഫസ്റ്റ് അവിടെ പറഞ്ഞു, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ അത് തന്നെ പറയണേ, അവിടെ ക്യൂ വലിയില്ല, അപ്പോയിന്റ്മെന്റ് ഇല്ല. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യലൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും ഡോക്ടറെ കാണാം. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് വരും? ഒരു ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാതെ, അതിന്റെ ആബ്സെൻസിൽ ഇല്ലാതെ വരുമ്പോൾ പേഷ്യന്റ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഇവൺ ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട്സ്. അവിടെ എന്താ? അവിടെ ഭയങ്കര ഓഫീസ് സമയത്ത് മുമ്പിൽ എന്താ? ഭയങ്കര ക്യൂ, ഭയങ്കര തിക്കും തിരക്കും തല്ലും ബാളോ, ഭയങ്കര ക്യൂ അല്ലേ? കാരണം അവിടെ എല്ലാവരും ഒരുമിച്ച് വന്നേക്കാണ്. അപ്പൊ അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റോ, അവിടെ ഒരു ക്യൂ സിസ്റ്റോ, അവിടെ ഒരു ടോക്കൺ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ രോഗികൾ അങ്ങനെ കുമിഞ്ഞു കൂടി ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ഡോക്ടർമാര് മുമ്പ് അവിടെ വരുമ്പോ തന്നെ ഡോക്ടേഴ്സ് അപ്പൊ വന്നിട്ടില്ല, ഡോക്ടർ റൂമിലോട്ട് വരെയാണ്. ഈ ഡോക്ടർമാര് റൂമിലോട്ട് വരുമ്പോ തന്നെ ഡോക്ടേഴ്സ് എന്താ കാണണേ? ഈ അറ്റം മുതൽ അറ്റം വരെ നീണ്ട ക്യൂ, ഒരു ക്യൂ ഒന്നും ഇല്ലാണ്ട് അക്യുമുലേറ്റിംഗിന്റെ അർത്ഥമുണ്ടോ ചോദിക്കണേ? അക്യുമുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കുമിഞ്ഞുകൂടുക. ഇങ്ങനെ വെച്ചാൽ കുമിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ കുന്നുകൂടുക എന്ന് വെച്ചാൽ ഇവിടെ കുന്നുകൂടുക എന്നല്ല. ഇവിടെ ഉദ്ദേശിച്ചത് എന്താ? പേഷ്യൻസ് ഇങ്ങനെ കുത്തി നിറച്ച് വരാം. ഒരു തിക്കും തിരക്കും, ഒരു ക്യൂ ഇല്ലല്ല, ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല. രാവിലെ വന്നവരും ഉച്ചക്ക് വന്നവരും വൈകുന്നേരം വന്നവരും ഒക്കെ കൂടി ഇങ്ങനെ തിക്കി നിറഞ്ഞ് നിൽക്കാണ്. അപ്പൊ അങ്ങനെ നിങ്ങളെ കുത്തിക്കറിഞ്ഞ് നിൽക്കില്ലേ? അതിനെ പറയുന്നതാണ് അക്യുമുലേറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇൻ ദ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾ, അതല്ല ഓക്കെ, ഒരുപാട് ആളുകൾ. അപ്പൊ അതെങ്ങനെ വന്നെ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അങ്ങനെ വരുമോ? നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ കയറാൻ പറ്റൂ. പക്ഷെ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റാർട്ട്സ് അക്യുമുലേറ്റിംഗ്. അവിടെ പേഷ്യൻസ് ഒക്കെ കുന്നുകൂടി ഇടിച്ചു കയറി വരും ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട്സ്. എപ്പോഴാ? ഓഫീസ് ടൈമിന് മുമ്പ്. ആ സമയത്ത് ക്രിയേറ്റിംഗ് ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. ആ സമയത്ത് എന്താ? ഭയങ്കര ക്യൂ ആയിരിക്കും പേഷ്യൻസിന്റെ, ഈവൻ ബിഫോർ ദ അറൈവൽ ഓഫ് ഡോക്ടേഴ്സ്. അപ്പൊ ഡോക്ടർ വന്ന് കാണുമ്പോ, ഡോക്ടേഴ്സ് ഇരിക്കാൻ വേണ്ടി ഓഫീസിലോട്ട് വരുമ്പോൾ ഇവിടെ എന്താ കാണണേ? ഈ അറ്റം മുതൽ അറ്റം വരെ ഭയങ്കര ക്യൂ. കുറെ സ്ഥലത്താണെങ്കിൽ പേഷ്യൻസ് ഇങ്ങനെ കുമിഞ്ഞുകൂടി നിൽക്കണം അല്ലെ? അതൊരു പ്രോബ്ലം അല്ലേ? അപ്പൊ എന്താണ് അതിലൊരു സ്പെസിഫിക് പ്രോബ്ലം പറഞ്ഞത്? ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. എന്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ ആബ്സെൻസ് വല്ല കാര്യങ്ങളാണ് പറഞ്ഞത്? എന്താ? പേഷ്യൻസ് കുമിഞ്ഞുകൂടുന്നതും പിന്നെ നീണ്ട ക്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓക്സിലറി നീണ്ട നിര. ഓക്കെ, അപ്പൊ നിങ്ങൾ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അണ്ടർലൈൻ ചെയ്യാം. സ്പെസിഫിക് പ്രോബ്ലത്തിന്റെ കാര്യങ്ങൾ പറയണേ. ഈ പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യണതും നിങ്ങൾ ഓർത്തിരിക്കുന്നത് മാത്രം മതി. കാരണം എന്താ? നിങ്ങളോട് സ്പെസിഫിക് പ്രോബ്ലം ഏതാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ജനറൽ പ്രോബ്ലം ചോദിക്കും. രണ്ട് പ്രോബ്ലം കറക്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഏത് പ്രോബ്ലത്തിൽ പെട്ടതാ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് സ്പെസിഫിക് പ്രോബ്ലത്തിൽ പെട്ടതാ അല്ലേ? അടുത്തത് എന്താ? സോറി, നാലാമത്തെ പോയിന്റ് എന്താ? നാലാമത്തെ പോയിന്റ്? ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഇന്ററപ്ഷൻ, തടസ്സം. എന്തിനു തടസ്സം? കൺസൾട്ടേഷൻ, ഡോക്ടറെ നോക്കണേല് ഭയങ്കര തടസ്സം വരാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ ലാബ് റിപ്പോർട്ട് അത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷണത്തില് ലാബിന്റെ ചെന്ന് റിപ്പോർട്ട് മേടിക്കാൻ ചെന്നു, അവിടെ ഭയങ്കര എന്താ? തടസ്സം. അതാണ് ഇന്ററപ്ഷൻ, തടസ്സം. ഇന്ററപ്ഷൻസ് ഓഫ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ. എന്താ? കൂടിയാലോചനയുടെയും അന്വേഷണത്തിന്റെയും തടസ്സം. കൂടിയാലോചന എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് മുമ്പിൽ കൺസൾട്ട് ചെയ്യുന്നത് നമ്മൾ ആരാ?
ഡോക്ടർ. അപ്പൊ ഈ കൺസൾട്ടേഷൻ റൂമിന്റെ അടുത്തും ഇൻവെസ്റ്റിഗേഷന്റെ അടുത്തും ഭയങ്കര തടസ്സം, ഭയങ്കര തിക്കും തിരക്കും തന്നെ പറഞ്ഞ ഇന്ററപ്ഷൻ, തടസ്സം. വെറുതെ തടസ്സം വരുമോ? ഇല്ല. പേഷ്യൻസ് കമ്മിഞ്ഞു കൂടുമ്പോ വല്ല തടസ്സം, അതും ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ലാക്ക് ഓഫ് പ്രൈവസി. ലാക്ക് ഓഫ് പ്രൈവസി എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രൈവസി ഇല്ല, ഒരു സ്വകാര്യത ഇല്ലാത്ത. മനസ്സിലായ? ലാക്ക് ഓഫ് പ്രൈവസി എന്ന് വെച്ചാൽ ഒരു പ്രൈവസി ഇല്ല, ഒരു സ്വകാര്യത ഇല്ല. ഒക്കെ തുറന്നു. ഒരു പേഷ്യന്റ് റൂമില് നമ്മളിപ്പോ ഡോക്ടറെ കാണാൻ ചെന്ന ആ ഹോസ്പിറ്റലില് എന്താ, ഡോക്ടേഴ്സിന്റെ റൂം കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മളെ പരിശോധിക്കുമ്പോൾ ഒരു കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതിന്റെ മറയിലല്ലേ നമ്മളെ പരിശോധിക്കുക. അതൊന്നും ഇല്ലാണ്ട് അതൊക്കെ ഓപ്പൺ ആക്കി നമ്മളെ പരിശോധിച്ചാൽ എന്താ, നമുക്ക് ഇഷ്ടാവോ? ഇല്ല. അതാണ് പറഞ്ഞ ലാക്ക് ഓഫ് പ്രൈവസി, ഒരു സ്വകാര്യത ഇല്ല. അതും ഒരു സ്പെഷ്യൽ പ്രോബ്ലംസ് അല്ലേ, സ്പെഷ്യലായ പ്രോബ്ലം അല്ലേ. ലാക്ക് എന്ന് വെച്ചാൽ എന്താ? ഇല്ല, ഒരു പ്രൈവസി ഇല്ല. ലാക്ക് ഒന്നും ഇല്ല, നെഗറ്റീവ് ആണ്. ലാക്ക് എന്ന് വെച്ചാൽ ഇല്ലാത്തത്, പ്രൈവസി ഇല്ലാത്തത്, സ്വകാര്യത ഇല്ലാത്തത്. ഓക്കെ, അടുത്തത് എന്താ? ആറാമത്തെ പോയിന്റ് എന്താ? ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്. അവ്യക്തമായ ഡോക്ടർമാരെ കുറിപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്കൊന്നും മനസ്സിലാവില്ല. എസ് ഇവിടെ അങ്ങോട്ട് എഴുതി അറ്റത്ത് കൊണ്ടുപോയി ഒരു വരയായിരിക്കും, ഒരക്ഷരം ആദ്യം എഴുതും, പിന്നെ ഇങ്ങനെ ഒരേ വര. നമുക്ക് വ്യക്തമാവോ? ഇല്ല. അതൊരു സ്പെഷ്യൽ പ്രോബ്ലം ആണ്. അപ്പൊ നമ്മൾ സ്പെഷ്യൽ പ്രോബ്ലം എന്താന്ന് കറക്റ്റ് ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും ഇത് വായിച്ചാൽ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒച്ചയിൽ പറയണോണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അത് എക്സാമിന് വരുമ്പോ എന്റെ ഒച്ച ഇങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ പഠിക്കണം, ഇങ്ങനെ പറയണത്. ഓക്കെ, അപ്പൊ ലാക്ക് ഓഫ് പ്രൈവസി കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഡോക്ടർമാരെ അവ്യക്തമായത്. ഇല്ലെജിബിൾ എന്ന് വെച്ചാൽ അവ്യക്തം. ഇല്ലെജിബിൾ എന്താ? വ്യക്തമല്ലാത്ത, വ്യക്തമാവാണ്ട് അവരെങ്ങനെ എഴുതണേ? ഒരു നമ്മള് മെഡിക്കൽ ഷോപ്പിലൊക്കെ ഒന്ന് മനസ്സിലാവും. നമ്മൾക്കറിയാം നമ്മളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും മെഡിക്കൽ ഡോക്ടർമാരെ കുറിപ്പൊക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കിയാൽ നമ്മുടെ അടുത്ത് നോക്കിയിരിക്കുക നമുക്ക് മനസ്സിലാവോ? ഇല്ല. അതുപോലെ ഉള്ളത് ഒരു പ്രോബ്ലം ആണ്. പിന്നെന്താ പറഞ്ഞേ? നെക്സ്റ്റ് പോയിന്റ് എന്താ? പോളി ഫാർമസി. പോളി ഫാർമസി എന്ന് വെച്ചാൽ എന്താ? ഒരു പോളി ഫാർമസി എന്ന് വെച്ചാൽ ഫാർമസി, പോളി ഫാർമസി ഒരു ഫാർമസിയിലായാലും ഒരു ഇതില്ലാത്തത്, നമുക്കൊരു അത് നമ്മൾ പറയില്ലേ പോളിയാണ്, ആ ഫാർമസി ഒരു ഇതില്ല, അത് അങ്ങനെയാണെന്നാ തോന്നുന്നത്. വേറെ ആർക്കെങ്കിലും വേറെ അറിയോ പോളി? വേറെ ആർക്കെങ്കിലും? മൾട്ടി ഫാർമസി വരില്ല. മൾട്ടി ഫാർമസി എന്ന് വെച്ചാൽ ഒരുപാട് ഫാർമസികൾ ഉള്ളതാണ്. ഫാർമസികൾ കുറവ്. ഒരു ഫാർമസി ആണെങ്കിൽ മണ്ണിൽ കൂടുതലല്ല. അത് മറ്റേ വാക്സിന് പോളിയാ. ഓക്കെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അല്ല. നമ്മൾ പ്രോബ്ലം ആണ് പറയണേ. പ്രോബ്ലത്തില് ഒന്നിൽ കൂടുതൽ ഫാർമസി ഉണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആവില്ലല്ലോ, നിലവാര തകർച്ച. ഓക്കെ, അങ്ങനെ ആയിരിക്കും ഫാർമസിയുടെ ആ ഒരു ഇതില്ലാത്തത്. അങ്ങനെ വരാം. ഇപ്പൊ നിങ്ങൾ ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഫാർമസി ഹോസ്പിറ്റലിൽ ഉള്ളതും പുറത്തുള്ളതും നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ലൈനല്ലേ ഉള്ളൂ. വേറെ വേറെ മെഡിസിൻ കൊടുക്കുന്നത് അലോപ്പതി എല്ലാം കൂടെ ഓണം. ഓക്കെ, നമുക്ക് നോക്കാം. പൊളിന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തോ. നിങ്ങൾക്ക് എക്സാമിന് ഓർക്കണം. ഇപ്പൊ നിങ്ങളിത് മറക്കൂല, സ്പെഷ്യൽ ആയിട്ടുള്ളതല്ലേ പോളി ഫാർമസി. ഫാർമസി അങ്ങോട്ട് പൊളിഞ്ഞിരിക്കുകയാണ്, പൊളിഞ്ഞ്. നിങ്ങൾ അങ്ങനെ ഓർത്ത് പഠിക്കുക, ഫാർമസി പൊളിഞ്ഞ്. അത് ഒരു സ്പെഷ്യൽ പ്രോബ്ലം അല്ലേ, ഒരു സ്പെഷ്യൽ പ്രോബ്ലം ആണ്. നമ്മൾ ശരിക്കും അറിയണ ഒരു പ്രോബ്ലം അല്ല. ജനറൽ പ്രോബ്ലം എന്ന് വെച്ചാൽ പൊതുവായ പ്രശ്നമാണ്. മോർ ദാൻ വൺ മെഡിസിൻ, ഒരു മെഡിസിനിൽ കൂടുതൽ. ഓക്കെ ഓക്കെ, മോർ ദാൻ വൺ മെഡിസിൻ എന്നോട് പറയുന്നുണ്ട്. പിന്നെ മരുന്നുകളുടെ അമിത ഉപയോഗം. ഓക്കെ, അങ്ങനെ വരാം. മരുന്നുകളുടെ അമിത ഉപയോഗം കൊണ്ട് ഫാർമസിയിൽ ഒരുപാട് ടെക്നീഷ്യൻ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങള് ഒരു യോഗത്തിൽ ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ പല പല കമന്റ്സ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് യോജിച്ചത് നിങ്ങൾ എടുക്കാം. മോശം ഫാർമസിയാണ്, നമ്മൾക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, നമ്മള് പ്രോബ്ലം ആണ് പഠിക്കണേ. അപ്പൊ എന്തായാലും നല്ലതാവില്ല, ഒരു പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, അപ്പൊ നിലവാരമില്ലാത്ത ഫാർമസി. ഓക്കെ, ഷൈനി പറഞ്ഞത് നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് യോജിച്ചത് എടുക്കാം. പോളി ഫാർമസി. ഞാനിപ്പോ നിങ്ങൾക്ക് അത് കിട്ടാത്തവർക്ക്, ഒന്നും കിട്ടാത്തവർ ഇങ്ങനെ മാത്രം ഓർത്താൽ മതി. നമ്മൾക്ക് ഇത് എക്സാമിന് വരില്ല, മരുന്നുകളുടെ അഭാവം. ഓക്കെ, നമ്മൾക്ക് എക്സാമിന് ആവശ്യമാണ്.
അപ്പൊ നമ്മൾ എക്സാമിന് എഴുതുമ്പോ നമ്മൾ എന്താ എഴുതാ? അതൊരു പൊളി ഫാർമസി, നിലവാരമില്ലാത്ത ഫാർമസിയാണ്, അത് കൊള്ളില്ലാത്ത ഫാർമസിയാണ്, പൊളിയാണ് നമ്മൾ പറയില്ലേ സാധാരണ. ഇത് ശരിക്കും അല്ലാട്ടോ, ശരിക്കും ഇതിന്റെ ഇതൊരു പ്രോബ്ലം ആണെന്ന് നമുക്കറിയാം. എന്തായാലും സ്പെഷ്യലായ ഒരു പ്രോബ്ലം ആണ് പറയണത്. അത് ഇങ്ങനെ നമ്മൾ കണക്ക് ഇങ്ങനെ പറയണത് എനിക്ക് എക്സാമിന് ഓർക്കാൻ വേണ്ടിയിട്ട്. ഇനി ആരും മറക്കൂലല്ല, പൊളി ഫാർമസി അതൊരു പൊളിയാണെന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ആയ പ്രോബ്ലം ആണ്, സ്പെസിഫിക് പ്രോബ്ലം ആണ്. ഓക്കെ, എട്ടാമത്തെ പോയിന്റ് എന്താ? ക്യൂ ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. ക്യൂ ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ് എന്ന് വെച്ചാ ഈ ക്യൂല് നമ്മൾ പറഞ്ഞു പേഷ്യൻസ് ഒക്കെ കുഞ്ഞി കൂടി വന്ന് ഭയങ്കര ക്യൂല് നിൽക്കുകയാണ്. ക്യൂല് നിൽക്കുമ്പോ ആ ക്യൂ കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ക്യൂ കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊരു പ്രോബ്ലം അല്ലേ? അല്ലേ? നമ്മൾ പറയും ക്യൂ, എല്ലാവരും ഒരു ക്യൂ നിൽക്കും. പോളി ഫാർമസി, ഓക്കെ, മലയാളം അതിന്റെ മലയാളം കിട്ടിയില്ല, ഞാൻ കുറെ സെർച്ച് ചെയ്തതാ, പോളി ഫാർമസി കിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ അതിനെ കുറിച്ച് വിട്ടേക്ക്, ആ ഒരു സെന്റൻസ് അത് വിടാം. ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യോജിച്ച കമന്റ്, നിങ്ങൾ യോജിച്ചത് ആ കമന്റിൽ നിന്ന് എടുക്കാം. അല്ലാത്തവരെന്താ? അല്ലാത്തവര് ഞാൻ പറഞ്ഞ പോലെ എടുക്ക്. പൊളി ആ ഫാർമസി ഒരു പൊളിയാണ്, ചീത്തയാണ്, അതൊരു പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണേ. ജനറൽ അല്ല, സ്പെസിഫിക് ആയ ഒരു പ്രോബ്ലം ആയതുകൊണ്ട്. ഓക്കെ, ഇനി അതിനെ കുറിച്ച് പറയണോ? അതിനെ കുറിച്ച് വേണ്ട. ഓക്കെ, ഇനി നിങ്ങൾ എന്തായാലും ഈ 146 പേര് ഇതിലുണ്ട്. ഈ പോളി ഫാർമസി ഏത് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ ഒരാളും അത് സ്പെഷ്യലൈസ് പ്രോബ്ലം എന്ന് ആരും മറക്കില്ല. കാരണം എന്താ? ഇപ്പൊ നിങ്ങളുടെ ഒരുപാട് പേര് കമന്റ് ചെയ്തു, ഒരുപാട് പേര് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഒരുപാട് പേര് അറിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ക്യൂ ആർ നോട്ട് പ്രോപ്പർലി കറക്റ്റ് ഇതില് ക്യൂ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആകും. 9ാമത്തെ പോയിന്റ് എന്താ? പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. എന്താ? നിർദ്ദേശിച്ച, പ്രിസ്ക്രൈബ് ചെയ്ത, ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ പലപ്പോഴും ഫാർമസിയിൽ ഉണ്ടാവാറില്ല, അല്ലേ? അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. ഞാൻ പറഞ്ഞു ഈ ഫാർമസിയിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു, ഇവിടെ ടെസ്റ്റ് ചെയ്തു, ഇവിടെ എക്സ്റേ എടുത്തു, എന്നിട്ട് നമ്മൾ മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നപ്പോ മാത്രം ഇവിടെ മരുന്നില്ല. അപ്പൊ നമ്മൾ വേറെ ഫാർമസി പോയി മേടിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അതൊരു പ്രോബ്ലം ആണ്. പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ എന്നൊന്നും ഇവിടെ ഇല്ലാത്ത, ഡോക്ടർ കുറിച്ച പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ ഇൻ ദ ഫാർമസി. ഈ ഫാർമസിയിൽ ഇല്ലാത്തത് ഒരു പ്രോബ്ലം ആണ്. 10ാമത്തെ പോയിന്റ് എന്താ? യൂസ് ഓഫ് ദ ട്രേഡ് നെയിം ഓഫ് മെഡിസിൻസ് ബൈ ദ ഡോക്ടേഴ്സ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ടു പേഷ്യൻസ് when different names medicines of the same genera are supplied to the patient. 8ാമത്തെ പറഞ്ഞു ക്യൂ ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. പറഞ്ഞില്ലേ? പറഞ്ഞു കറക്റ്റ് ലെവലില് നമ്മൾ ക്യൂ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പറഞ്ഞു. അതാണ് പറഞ്ഞത് കേട്ടാ, കറക്റ്റ് ലെവലില് ക്യൂ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണെന്ന്. 10ാമത്തെ കേക്ക് എന്താ? 10ാമത്തെ ഇനി നമ്മൾ 10ാമത്തെ പറയണ. 10ാമത്തെ എന്താ? അത് ഒരു ജനസിൽപ്പെട്ട ഒരു ജനസ്, ആ ഒരു ജനസിൽപ്പെട്ട മരുന്നുകളുടെ വ്യത്യസ്ത പേരുകൾ. ഇപ്പൊ കണ്ടന്റ് ഒന്നായിരിക്കും, മരുന്നുകൾ പലതരമായിരിക്കും, അല്ലെ? പലതരത്തില് മരുന്നുണ്ടാവും. കണ്ടന്റ് എന്തായിരിക്കും? ഒരു കണ്ടന്റ് ആയിരിക്കും. ഇപ്പൊ പാരസിറ്റമോൾ എന്ന് പറയുന്നത് നമ്മൾ കാൽപോളും പാരസിറ്റമോളും ഒക്കെ സെയിം ആണ്, പക്ഷെ ഇതിന്റെ കണ്ടന്റ് ഒന്നാണ്, അല്ലെ? പാരസിറ്റമോള്, ഡോളോ തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ എന്താ? പനിക്ക് ഉപയോഗിക്കും, തലവേദനക്ക് ഉപയോഗിക്കും, ഇതൊക്കെ നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കും. പക്ഷെ ഇതിന്റെ കണ്ടന്റ് ഒന്നാണെങ്കിലും ഇത് വ്യത്യസ്ത പേരിലല്ലേ അറിയപ്പെടുന്നേ. അപ്പൊ അതാണ് അങ്ങനെ പറയണത്. എന്താ? ഒരു ജനസിൽപ്പെട്ട മരുന്നുകളുടെ വ്യത്യസ്ത പേരുകൾ. ഒരു ജനസിൽപ്പെട്ടാന്ന് വെച്ചാൽ പാരസിറ്റമോള്, കമ്പനി ഡിഫറെന്റ്. അപ്പൊ അങ്ങനെ ഒരു ജനസിൽപ്പെട്ട മരുന്നുകളുടെ വ്യത്യസ്ത പേരുകൾ പേഷ്യന്റിന് വിതരണം ചെയ്യുമ്പോൾ ഡോക്ടർമാരുടെ എന്താ ഈ ഒരു ഡോക്ടർമാരൊക്കെ അവിടെ എന്താ ചെയ്യണേ? മെഡിസിൻ ഡോക്ടർമാർ ക്രിയേഷൻ കൺഫ്യൂഷൻ വരും അവർക്ക്, അല്ലെ? അങ്ങനെ ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന് എന്ത് വരും? അവരെ നാമം ഉപയോഗിക്കുന്നത് പേഷ്യൻസിന് ആശയക്കുഴപ്പം വരും, അല്ലെ? ഇപ്പൊ ഓക്കെ കുറച്ചും കൂടി സ്പീഡിൽ പോകും. അത് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജുകൾ ഇവിടെ സംശയങ്ങളും അതിന്റെ ഇടയിൽ എല്ലാവരും ഇത്രയുണ്ട്. അപ്പോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ എടുത്തോ ഫ്രീ ആയിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് തരാം. എന്നിട്ട് നമുക്ക് വേണ്ട ബ്രേക്ക് വേണ്ടവർക്ക് ഒരു 5 മിനിറ്റ് തരാട്ടാ. നമ്മൾ എന്തായാലും ഇത് എടുക്കും.
അപ്പൊ ഒന്നുമില്ല പറയാനായിട്ട്. മെഡിസിൻ ഡോക്ടർമാര് മെഡിസിൻ കൊടുക്കും. ഒന്നുമില്ല, ട്രേഡ് നെയിം ഓഫ് നമ്മൾ ഏത് പേരിലാണോ ഡോക്ടർമാര് മെഡിസിൻ കൊടുക്കണേ അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, വേണ്ട. ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ. എന്താ ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ? കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്തിനാ കൺഫ്യൂഷൻ ഉണ്ടാക്കണേ? വെൻ ഡിഫറെന്റ് നെയിം മെഡിസിൻ, പലതരത്തിലുള്ള പേരല്ലേ തന്നെ, പക്ഷേ ഓഫ് ദ സെയിം ജെനീറ, പക്ഷെ അതൊക്കെ ഒരു സെയിം ഇതിൽ പെട്ടതാ, പക്ഷെ പേര് വ്യത്യസ്തമാണ്. ഡോളോ, പാരസിറ്റമോള്, കാൽപോള്, അങ്ങനെ പേര് വ്യത്യസ്തമാണ്. പക്ഷെ ഇതിന്റെ ജെനീറ എന്ന് പറയുന്നത് എന്താ? അതിന്റെ ആ ഒരു ജെനിസ്, ആ ഒരു ഒരേപോലത്തെ ഇതിൽ പെട്ടത്, ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ജെനിസ് അതിൽ പെട്ടത്. അപ്പൊ അതിന്റെ പേര് വ്യത്യസ്തമാണെങ്കിലും മെഡിസിൻ ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ ഇവരെന്താ പറയണേ? ഒരു പേഷ്യന്റിന് അതേ പേരിൽ തന്നെ കൊടുക്കണം, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ഇന്ന് പാരസിറ്റമോളിന് ഡോക്ടർ എഴുതി, അവർക്ക് ഇന്ന് പാരസിറ്റമോളിന് കൊടുത്തു. നാളെ അവര് വീണ്ടും ചെക്കപ്പിന് വരുമ്പോ പാരസിറ്റമോള് മാറ്റി ഡോളോന്ന് കൊടുത്തു. അപ്പൊ പേഷ്യന്റ് നോക്കുമ്പോ എന്താ? എനിക്ക് ഇന്നലെ വരെ വേറെ ഗുളിക തന്നു, ഇന്നെന്തിനാ? എനിക്ക് വേറെ പുതിയ അസുഖമൊന്നുമില്ല, ഇന്ന് എന്തുകൊണ്ട് എനിക്ക് ഈ ഗുളിക തന്നെന്ന് പേഷ്യന്റ് ചിന്തിക്കും. അതൊരു പ്രോബ്ലം അല്ലേ? അപ്പൊ കൊടുക്കണ പേഷ്യന്റിന് ഏത് പേരിലാണോ ആ പേഷ്യന്റിന് ഗുളിക കൊടുക്കണേ, ചിന്താക്കുഴപ്പം, ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ. അപ്പൊ ഏത് പേരിലാണോ പേഷ്യന്റിന് ഒരു ഗുളിക കൊടുക്കണത് അതേ പേരിൽ തന്നെ വേണം പേഷ്യന്റിന് എന്ത് കൊടുക്കാൻ? ആ ഗുളിക കൊടുക്കാൻ. മനസ്സിലായ? അതിനൊരു മാറ്റം വരുത്തരുത്, അതേ പേരിൽ തന്നെ വേണം. ആ ഗുളിക തന്നെ ഡോളോ കൊടുത്താൽ ഡോളോ തന്നെ ആയിരിക്കണം അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോ. അത് കാൽപോളാവേ പാരസിറ്റമോളാവേ ചെയ്യരുത്. അത് സെയിം ആണെങ്കിലും അവർക്ക് അതൊരു എന്തിന്റെ പ്രശ്നം വരും? കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പേഷ്യൻസിന് എന്ത് വരും? കൺഫ്യൂഷൻ വരും. ആ കാര്യം ശ്രദ്ധിക്കുക, അതും ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് 11ാമത്തെ എന്താ? നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. എന്താ പറഞ്ഞേ? എത്ര ടൈം മരുന്ന് കഴിക്കണം, എന്തിനെ കുറിച്ചുള്ള ഒരു അഡ്വൈസ് കൊടുക്കണം. പക്ഷെ അത് കൊടുക്കാതിരിക്കേണ്ട ഒരു പ്രോബ്ലം അല്ലേ? നോ ക്ലിയർ അഡ്വൈസ്, ക്ലിയർ ആയിട്ട് ഒരു ഉപദേശം, ഒരു അഡ്വൈസും കൊടുക്കണില്ല. എന്തിനെ കുറിച്ച്? വെൻ, എപ്പോ, ഹൗ, എങ്ങനെ, ലോങ് ടു ടേക്ക് മെഡിസിൻ, ഈ മെഡിസിൻ ഒക്കെ എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള ഇത് കൊടുക്കണം. അത് കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിന് മരുന്ന് കൊടുത്തു, മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് രണ്ടാമത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. എല്ലാവരും ഒരുപോലെ അല്ലല്ല. അപ്പൊ അവർക്ക് വീണ്ടും അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം പറയണേ. ഞാൻ അതിന് മാത്രം എഫേർട്ട് എടുക്കണ്ട്. ഞാൻ ഇങ്ങനെ ഒച്ചയില് പറയുമ്പോ എനിക്ക് ഇവിടെ കൊണ്ടുവരികയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? അഡ്വൈസ്. ഇപ്പൊ ഒരു മരുന്ന് രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം, വൈകുന്നേരം. അപ്പൊ ട്വൈസ് എന്ന് പറയുമ്പോൾ ഇത് രാവിലെ, വൈകുന്നേരം. ഇതെന്നുള്ള കാര്യം നമ്മൾ എന്ത് വേണം? പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ കഴിക്കണം, അപ്പൊ കഴിക്കണം, ഇപ്പൊ കഴിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അവർക്ക് പറഞ്ഞ ഒരു അഡ്വൈസ് കൊടുക്കണം. അത് കൊടുക്കാതിരിക്കുന്നത് എന്താണ്? കൊടുക്കാതിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. 12ാമത്തെ പോയിന്റ്, സംടൈംസ് റോങ് മെഡിസിൻസ് ആർ ഗിവൺ ബൈ ദ ഫാർമസീസ്. എന്താ? ചിലപ്പോ ഫാർമസിസ്റ്റിന് തെറ്റായ മരുന്ന് നൽകാം, അല്ലേ? അത് സ്വാഭാവികമാണ്. ചില സമയത്ത് ഫാർമസിക്കാർ കൊടുക്കണ മരുന്ന് എന്തായിരിക്കും? തെറ്റായിരിക്കും. അത് ഏറ്റവും വലിയ പ്രോബ്ലം ആണ്, അല്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കാം. റോങ് മെഡിസിൻ ആർ ഗിവൺ ഫാർമസിസ്റ്റ്. ആരാ കൊടുക്കണേ? ഫാർമസിസ്റ്റ്. തെറ്റായ തെറ്റായ മരുന്ന് കൊടുക്കണത്, തെറ്റായ മരുന്ന് കൊടുക്കുമ്പോൾ ഫാർമസിസ്റ്റുകാർ അത് ശ്രദ്ധിക്കണം. ചില സമയത്ത് അങ്ങനെ വരാം. 13ാമത്തെ പോയിന്റ്, ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീനഡ് ടോയ്ലറ്റ്. എന്താ? വൃത്തിയല്ലാത്തത്, ഇൻസഫിഷ്യന്റ്, അപര്യാപ്തമായ ടോയ്ലറ്റ്. ഭയങ്കര പ്രശ്നം ഉണ്ടാവും, അല്ലേ? നമ്മളെല്ലാ ഹോസ്പിറ്റലിലും എന്തുണ്ടാവും? അടിച്ചു വാരാനും ക്ലീൻ ചെയ്യാനും അപ്പ ടോയ്ലറ്റിന്റെ അവിടേക്ക് എന്തുണ്ടാവും? സ്വീപ്പർമാരുണ്ടാവും. അപ്പൊ ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീനഡ് ടോയ്ലറ്റ് അതും ഒരു പ്രോബ്ലം ആണ്. ക്ലീൻ അല്ലാത്ത ബാത്റൂം, പര്യാപ്തമല്ല, ഇൻസഫിഷ്യന്റ് ആയിട്ടും ക്ലീൻ അല്ലാത്ത ടോയ്ലറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ജനറൽ പ്രോബ്ലം പഠിച്ചു, സ്പെസിഫിക് പ്രോബ്ലം പഠിച്ചു. എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടി വീട്ടിൽ പോയി വായിച്ചാല് മനസ്സിലാവും. ഓക്കെ, ഇനി മെത്തേഡ് ടു സോൾവ്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു, പ്രോബ്ലംസ് കണ്ടുപിടിച്ചു, ഇല്ലേ? നമ്മൾ എല്ലാ പ്രോബ്ലംസും കണ്ടുപിടിച്ചു. ജനറൽ പ്രോബ്ലം കണ്ടുപിടിച്ചു, സ്പെസിഫിക് പ്രോബ്ലം കണ്ടുപിടിച്ചു. ഇനി ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യണ്ടേ? ഈ പ്രോബ്ലം വെച്ചോണ്ട് ഇരുന്നാ മതിയാ? അല്ല. അപ്പൊ നമ്മളത് സോൾവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ അത് സോൾവ് ചെയ്യണത്? ആഡിക്വേറ്റ് ഡയറക്ഷണൽ സൈൻ. നമ്മള് ഓരോന്നും സോൾവ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യണത് ഡയറക്ഷണൽ സൈൻ വെച്ച്. എന്ന് വെച്ചാൽ എന്താ? മതിയായ ഹോം എന്ന് വെച്ചാൽ ഒരു ഡോക്ടർമാര്, ഇപ്പൊ ഓർത്തോ ഡോക്ടർ എവിടെയും നമ്മൾ ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഡോക്ടേഴ്സ് ഇരിക്കുന്ന കൺസൾട്ടന്റിന് ഓരോ സൈൻ വെക്കാം. ഒരാരോ
ഒരാരോ ഒക്കെ വെച്ച് ഓരോ ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് അറിയാനായിട്ട് ഓരോ സൈൻ വെക്കും ഇല്ലേ? ദിശ ബോർഡ്. അതാ പറഞ്ഞേ ഡയറക്ഷൻ സൈൻ എന്ന് പറയുന്നത് ദിശ ബോർഡ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റൽ ഇപ്പൊ എൻട്രി കേറുമ്പോ തന്നെ നമുക്ക് ഇത് ഹോസ്പിറ്റലിന്റെ എൻട്രി ഭാഗമാണെന്നുള്ളത് എങ്ങനെ അറിയാം? അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. കാഷ്വാലിറ്റി ആണെങ്കിൽ എങ്ങനെ അറിയാം? കാഷ്വാലിറ്റി എഴുതിയിട്ടുണ്ടാവും. എക്സ്റേ ആണെങ്കിൽ നമുക്ക് എങ്ങനെ അറിയും? നമ്മൾ എക്സ്റേയിലോട്ട് പോവേണ്, നമ്മൾ ഇങ്ങനെ ചോദിച്ചു പോവേണ്. വലിയ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സെന്ററിൽ എന്ത് ചെയ്യും? എക്സ്റേയും പറഞ്ഞിട്ട് ഒരു ബോർഡ് ഒരുമിച്ച് വെക്കും. എക്സ്റേ ലാബ്. എക്സ്റേയിലോട്ടുള്ള ആരോ തിരിച്ചിട്ടിട്ടുണ്ടാവും. ഏത് ഭാഗത്താണ് എക്സ്റേ അവർക്ക് ഒരു ആരോ ഇട്ടിട്ടുണ്ടാവും ഇല്ലേ? അതാണ് ദിശ ബോർഡ് എന്ന് പറയുന്നത്. ദിശ ഡയറക്ഷണൽ സൈൻ, ദിശ സൈൻ. മനസ്സിലായ? അപ്പൊ ആഡിക്വേറ്റ് ഡയറക്ഷൻ സൈൻ അങ്ങനെ ഒരു സൈൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പമാവൂലേ? അനുയോജ്യമായിട്ട് അങ്ങനെ ഒരു സൈൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ലേ? അപ്പൊ അത് ഡോക്ടർമാര് ഇന്ന ഡോക്ടർമാർ ഇവിടെ ഇരിക്കണം. അപ്പൊ ആ ഡോക്ടർമാരെ പേര് എഴുതണം. ആ ഡോക്ടർ ഇന്ന ഡോക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇത് ഓർത്തോ ഇരിക്കനാണ്, ഇവിടെ ഫിസിഷ്യൻ ആണ്, ഇവിടെ സർജൻ ആണ്. ഓരോ റൂമിന്റെ ഫ്രണ്ടിലും എന്ത് വേണം? അതിനുള്ള അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സൈൻ വേണം. രണ്ടാമത്തെ പോയിന്റ് എന്താ? ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻസ് ആൻഡ് ഇലക്ട്രോണിക്സ് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. നമ്മൾ ഇത് വായിച്ച് തീരുമ്പോഴേ സുഹൈന സോറി ഇത് നമ്മൾ വായിക്കുമ്പോ നമ്മുടെ തീരില്ല സുഹൈന, അതാണ് വായിപ്പിക്കാം. ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻസ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. എന്താ? പെട്ടെന്ന് കമ്പ്യൂട്ടർ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ചെയ്യണം അല്ലേ? അപ്പൊ ഈ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഒരു കമ്പ്യൂട്ടറിൽ രജിസ്ട്രേഷൻ ചെയ്യണത് കമ്പ്യൂട്ടറിൽ രജിസ്ട്രേഷൻ ചെയ്യാം, അത് റെക്കോർഡ് ചെയ്യാം. അപ്പൊ തന്നെ അത് റെക്കോർഡ് ചെയ്യാം. കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് നമുക്കത് സൂക്ഷിച്ചു വെച്ചാൽ പെട്ടെന്ന് പിന്നീട് അത് വീണ്ടെടുക്കാൻ പറ്റും അല്ലെ? നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണം, കീപ്പിംഗ് അത് സൂക്ഷിച്ചു വെക്കാൻ വേണം. അതുപോലെ തന്നെ ക്വിക്ക് റിട്രീവൽ നമുക്കത് എപ്പോ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കമ്പ്യൂട്ടറൈസ് ചെയ്യാം. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യാം, ഇലക്ട്രോണിക് റെക്കോർഡ് ചെയ്യാം, കീപ്പ് ചെയ്യാം, ആൻഡ് ക്വിക്ക് റിട്രീവൽ ഡിജിറ്റൽ ആയിട്ട് മൊത്തം ഉപയോഗിക്കാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫീ കളക്ഷൻ സോൺ. എന്ന് വെച്ചാൽ എന്താ? മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് എന്ന് വെച്ചാല് ക്യാഷ് കൗണ്ടറിൽ അടയ്ക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ ലുലുവിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ? ഒരു 10-25 ക്യാഷ് കൗണ്ടർ ആയിരിക്കും, എന്തോരം ക്യൂ ആയിരിക്കും. അതുപോലെ ഒരുപാട് കൗണ്ടർ വേണം. ഒരു കൗണ്ടർ ആണെങ്കിൽ അവിടെ ഭയങ്കര തിക്കും തിരക്കായിരിക്കും. അപ്പൊ ഫീസ് അടക്കാനും ഒക്കെ മൾട്ടി പർപ്പസ് എന്ന് വെച്ചാൽ ഒരുപാട് 1, 2, 3 പോലെയൊക്കെ അടുപ്പിച്ച് ക്യാഷ് കഴിക്കണ കൗണ്ടർ തന്നെ ഫീ കളക്ഷൻ സോൺ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റും. ഇവിടെ ഒരു 3 പേര് നിൽപ്പുണ്ട്, അവിടെ ആരുമില്ല. അപ്പൊ തിരക്കണെങ്കിൽ നമ്മൾ ഓടിപ്പോയി അവിടെ നിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഫീ കളക്ഷൻ, ഫീസ് കാശ് അടക്കണോടത്തായിരിക്കും കൂടുതൽ തിരക്ക്. അപ്പൊ അവിടെ മൾട്ടിപ്പിൾ ഒരു ഫീ കളക്ഷൻ സോൺ വരാം. നാലാമത്തെ ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയം എന്ന് വെച്ചാൽ എന്താ? നാലാമത്തെ പോയിന്റ് രോഗിയുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ ഡോക്ടർമാരുണ്ടായിരിക്കണം. രോഗിയുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുണ്ടായിരിക്കണം അല്ലെ? രോഗി ഒരു 25 രോഗിയുണ്ട്, ഒരു ഡോക്ടർ ആണെങ്കിൽ അവിടെ പ്രശ്നമല്ലേ? അപ്പൊ നമ്മള് പരിഹരിക്കാൻ പോയാണ്. നമ്മളപ്പൊ എന്ത് ചെയ്യൂ? ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നു. നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയം. പേഷ്യന്റ് എത്ര ഉണ്ടോ അതിനുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവരും. പിന്നെ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം, ടോക്കൺ വെക്കണം. അപ്പൊ ഈ തിക്കും തിരക്കും നമ്മൾ ഫസ്റ്റത്തേല് പറഞ്ഞായിരുന്നു, പേഷ്യന്റ് വരുമ്പോൾ ഒരുപാട് തിക്കും തിരക്കും ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ചെയ്യാം, ടോക്കൺ ഡിസ്പ്ലേ ചെയ്യാം. പിന്നെന്താ? മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് ദെൻ ബേസ്ഡ് ഓൺ നീഡ്സ്. എന്താ പറഞ്ഞേ? ആവശ്യത്തിനനുസരിച്ച് അവിടെ ആവശ്യത്തിന് ആരൊക്കെ ഉണ്ടായിരിക്കണം? ബ്ലഡ് ഉണ്ടായിരിക്കണം. നമുക്കൊരു ബ്ലഡ് എ പോസിറ്റീവ് അല്ലെങ്കിൽ ഓ പോസിറ്റീവ് ഇല്ല എന്ന് പറയുമ്പോ അവിടെ ഒരു ബ്ലഡ് കളക്ഷൻ ഉണ്ടായിരിക്കണം. പെട്ടെന്ന് ആവശ്യത്തിന് എടുക്കാൻ അവിടെ നിന്ന് എടുക്കണം. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, രോഗം കണ്ടുപിടിക്കാൻ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ സ്കാൻ ചെയ്യാനായാലും എല്ലാവരും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. എക്സ്റേക്ക് നമ്മൾ പുറത്തു പോകണ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ അതുണ്ടെങ്കിൽ പ്രോബ്ലം ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അവിടെ ഒരു എക്സ്റേ സ്ഥാപിക്കുക, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. പിന്നെന്താ? സ്റ്റാഫിംഗ് ദെൻ ബേസ്ഡ് ഓൺ നീഡ്സ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റാഫിംഗ് ദെൻ ബേസ്ഡ് ഓൺ നീഡ്സ് ആവശ്യത്തിന് ഒരു ഹോസ്പിറ്റലില് ആവശ്യത്തിന് എന്തോരം സ്റ്റാഫ് ആ ഹോസ്പിറ്റലിൽ വേണം അത്രയും ഉണ്ടായിരിക്കണം. എല്ലാത്തിനും ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താ? ആഡ്വക്കേറ്റ് സീറ്റിംഗ് കപ്പാസിറ്റി, നമുക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. എന്റർടൈൻമെന്റ് വിത്ത് TV,
അവര് ബോറടിച്ച് കുറേ നേരം നോക്കിയിൽ തിരക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു TV സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും എന്തുണ്ട്, TV ഉണ്ട് ഇല്ലേ? നമ്മൾ ബോറടിച്ചൊന്നും ഇരിക്കണ്ട. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയാലും TV കാണാം ഇല്ലേ? അപ്പൊ എന്റർടൈൻമെന്റിന് വേണ്ടി TV വേണം, അല്ലെങ്കിൽ മാഗസിൻ, എന്തെങ്കിലും മാഗസിൻ, അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ മെഷേഴ്സ് ത്രൂ ലീഫ്ലെറ്റ്സ്, പോസ്റ്റേഴ്സ്, മാഗസിൻസ്, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ എന്താണ് ചെറിയ ഹോസ്പിറ്റലിന്റെ ഇതിനെ കുറിച്ച് ആരോഗ്യമാസിക അല്ലെങ്കിൽ ചെറിയ കഥകള്, ആരോഗ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു പോസ്റ്റർ, മാഗസിൻ, അതൊക്കെ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽ ആ സീറ്റ് നമ്മൾ ഇരിക്കുന്നോടത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്. എന്താ, അവിടുത്തെ മെയിൻ ആയ ഡോക്ടേഴ്സിന്റെ പേര് എഴുതി ഫ്രണ്ടിൽ തന്നെ സ്ക്രീൻ ചെയ്ത് വെക്കാം. OP ഡോക്ടർമാര്. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് വരുമ്പോ തന്നെ ആരോട് ചോദിക്കണ്ട, ഇന്ന ഡോക്ടർ ഉണ്ടല്ലേ. അപ്പൊ അതിന്റെ നേരെ ഡോക്ടർ അവിടെ ഉണ്ടെങ്കിൽ ഇന്നെന്ന് എഴുതും, ഇല്ലെങ്കിലോ ഔട്ടെന്ന് എഴുതും അല്ലേ? അപ്പൊ നമുക്ക് വരുമ്പോ തന്നെ ഫ്രണ്ടിൽ തന്നെ വരുമ്പോൾ വലിയ ഹോസ്പിറ്റലിലൊക്കെ എന്തുണ്ടാ, വലിയ സ്ക്രീനില് ചില ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ടാവും അല്ലേ? ഡോക്ടേഴ്സിന്റെ നമ്മുടെ ഏത് സിനിമയിലുണ്ടല്ലോ, ഏതോ ഒരു സിനിമയില് ഒരു ഡോക്ടറെ ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോ ഡോക്ടറാണെന്ന് അറിയില്ലായിരുന്നു. മറ്റേ ഷൈനികത്തിന്റെ ഒരു സിനിമയിൽ ഇല്ലേ? ഷൈനികം പിന്നീട് ആ ഡോക്ടർ അതിനെ അന്വേഷിച്ച് വരുമ്പോൾ അവിടെ ആ ഡോക്ടറെ ഫോട്ടോ കാണുമ്പോഴാണ് ഷൈനികം മനസ്സിലാക്കുന്നത് ഇതൊരു ഡോക്ടറാണെന്ന്. അപ്പൊ ഒരു വലിയ സ്ക്രീൻ വെച്ചേക്കണ കണ്ടില്ലേ? അപ്പൊ അതുപോലെ എല്ലാ വലിയ ഹോസ്പിറ്റലിലും ഫേമസ് ആയ ഡോക്ടർമാരുടെ ഫോട്ടോ ഇങ്ങനെ വെക്കും. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്, ഡോക്ടർമാരുണ്ടെന്നാ. അങ്ങനെ ഫോട്ടോ വെച്ചില്ലെങ്കിലും അവരെ പേരെങ്കിലും സ്ക്രീൻ ചെയ്ത് വെക്കാം. പിന്നെന്താ, ക്യൂയിങ് തിയറി. നമ്മള് ഫസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു, ക്യൂവിന്റെ കാര്യം ഇല്ലേ? അപ്പൊ ആ ക്യൂ ഒഴിവാക്കാനായിട്ട് നമ്മൾ ക്യൂ ഉണ്ടാക്കി വെക്കാം. മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിങ് ദ പ്രോബ്ലം ഓഫ് ഓവർ ക്രൗഡിങ്. ആരോ ചോദിച്ചല്ല ഓവർ ക്രൗഡിങ്, അതാണ് ഓവർ ക്രൗഡിങ്. ആണ് ഭയങ്കര ഭയങ്കര ഓവറായിട്ട് ജനക്കൂട്ടം, ഭയങ്കര ജനക്കൂട്ടം. ക്യൂ ഇല്ലെങ്കിൽ ഭയങ്കര ജനക്കൂട്ടം ഉണ്ടാവില്ലേ? അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എങ്ങനെ? ആൾത്തിരക്ക്. മറ്റേ ക്യൂയിങ് തിയറി എന്നത് എന്താ, ആൾത്തിരക്കിന്റെ പ്രശ്നം പരിഹരിക്കുന്നതുള്ള ശാസ്ത്രീയവും പിന്നെന്താ ഗണിതശാസ്ത്രവുമായ ഒരു മാർഗമാണ്. അതാണ് ഇവിടെ പറഞ്ഞ ക്യൂയിങ് തിയറി ഈസ്. എന്താ ക്യൂയിങ് തിയറി? നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. Dash is scientific and mathematical way of solving the problem of overcrowding. ഏതാ? ക്യൂയിങ് തിയറി. അണ്ടർലൈൻ ചെയ്തിടാ അല്ലെങ്കിൽ അടയാളപ്പെടുത്തിടാ. അപ്പൊ ക്യൂയിങ് തിയറി എന്താ? അതൊരു ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള അത് സോൾവ് ചെയ്യാനുള്ള ജനക്കൂട്ടം, ഓവർ ക്രൗഡിങ് എന്ന് വെച്ചാല് ജനക്കൂട്ടം, ജനങ്ങളെ അത് നമ്മള് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു തിയറിയാണ് ക്യൂയിങ് തിയറി. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാ. ലാസ്റ്റ് പിന്നെന്താ, അവോയ്ഡ് ക്യൂ ജമ്പിങ്. നമ്മൾ പറഞ്ഞു ക്യൂയിങ് തിയറി റെഡിയാക്കി. അപ്പൊ നമ്മള് ക്യൂവില് അത് ഒഴിവാക്കാം. ക്യൂ ജമ്പിങ് എന്ന് വെച്ചാൽ ആ ക്യൂവിൽ നിൽക്കുന്ന പ്രശ്നം, തിരക്ക്, ക്യൂവില് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? തള്ളും ഇല്ലേ? അതാണ് ക്യൂയിങ് ജമ്പ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് എന്ത് വേണം? ഒരാളുടെ ഊഴം കാത്തു നിൽക്കുന്നതിന് പകരം ഒരു വരിയില് വേറെ ഏതെങ്കിലും നിൽക്കാം. അപ്പൊ ഒരു വരി മാത്രം പോരാ. നമ്മൾ ടോക്കൺ ഫസ്റ്റ് പറഞ്ഞു, ഫസ്റ്റ് സെക്കൻഡ് ഒരു ക്യൂ ഉണ്ടാക്കിയിട്ട് ഈ ക്യൂ കഴിഞ്ഞിട്ട് അടുത്തൊരു ക്യൂ, അങ്ങനെ ഒരേ ക്യൂ ഉണ്ടാവും. അപ്പൊ ഒരാൾ കഴിയുമ്പോ അതിന് കാത്തു നിൽക്കാതെ അടുത്ത ക്യൂവിൽ പോകണം. മനസ്സിലായ? അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ മുന്നിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. അതും നമുക്ക് എന്ത് ഈ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി കൃത്യമായിട്ട് സമയനിഷ്ഠ. ആ പറയുന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടു. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കും എപ്പോഴാ വരേണ്ടത്? അപ്പൊ അവര് പറയും കറക്റ്റ് 11 മണിക്ക് വരണം. നമ്മൾ ആ 11 മണിക്ക് അവിടെ ഉണ്ടായിരിക്കണം. 11 മണി കഴിഞ്ഞിട്ട് 11:05 നമ്മളെ വിളിച്ച് പേര് തീർന്നു. 11 മണിക്ക് നമ്മളെ വിളിച്ചപ്പോ നമ്മളില്ല. നമ്മൾ വന്നത് 11:10. അപ്പൊ വേറെ പേഷ്യന്റ് കയറി, 11:10 പേഷ്യന്റ് കയറി. അപ്പൊ നമ്മൾ അവിടെ കിടന്ന് പറയാണ് ഞാൻ ഇപ്പൊ തന്നെ വന്നല്ലേ ഉള്ളൂ, എന്നോട് 11 മണിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഇല്ല. അപ്പൊ നമ്മള് പങ്ക്ച്വാലിറ്റി പാലിക്കുക, മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി. പിന്നെന്താ? റെഡ്രസൽ ഓഫ് ഗ്രീവ്നെസ്സസ്. എന്താ? പരാതികൾക്ക് പരിഹാരം കാണണം. അവിടെ എന്തെങ്കിലും ആൾക്കാർ ഇങ്ങനെ പരാതികൾ പറയാണ്, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ചെറിയ ചെറിയ പരാതികൾ പറയും. അവിടേക്ക് പോകാൻ പറ്റില്ല, പേജ് കാണിക്കുന്നില്ലേ? കാണുന്നില്ലേ?
ഈ സ്ക്രീൻ കാണുന്നില്ലേ? ഞാൻ എത്ര നേരം കാണുന്നുണ്ടെന്നാ പറയണേ. മെത്തേഡ് ടു സോൾവ് കാണാം. ഓക്കെ കാണുന്നുണ്ട്. കാണാത്തവര് നെറ്റ് സ്ലോ ആയിട്ടുണ്ടാവും, ഇറങ്ങി കയറും, ശരിയാവും. അപ്പൊ ഗ്രീൻനെസ് എന്ന് വെച്ചാൽ എന്താ? റെഡ്രസൽ ഓഫ് ഗ്രീവൻസസ് എന്ന് വെച്ചാൽ ഇല്ല, കാണാം. അതെ, സിഞ്ചിതാടെ കാണാൻ പറ്റാത്തത് നെറ്റിന്റെ ഇഷ്യൂസിനാണ്. അത് അവിടെ ഇറങ്ങി കയറിയ ശരിയാവും. അപ്പൊ അവിടെ എന്താ പറഞ്ഞേ? പരാതികൾ, എന്തെങ്കിലും പരാതികൾ, ചെറിയ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് വേണം? നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ചെറിയ പ്രോബ്ലംസ് ആ ഹോസ്പിറ്റലിൽ അത് കണ്ടുപിടിക്കുക. പിന്നെ പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, കറക്റ്റ് ആയിട്ട് ഓരോ പേഷ്യന്റിനും എങ്ങനെ കാണണം എന്നുള്ള അപ്പോയിന്റ്മെന്റ് നമ്മൾ എടുക്കാം. എന്നിട്ട് പേഷ്യന്റിനെ കാണാം. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, കറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാം. രാത്രി വിളിച്ച് പറയാ ഇത്രയും സമയത്തിനുള്ളിൽ, രാവിലെ അങ്ങനെ OP തുടങ്ങുന്നതിന് മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുക്കാം, കാണാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിൽ ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. സിമ്പിൾ ആണ്. എന്താ? ഒരു OP ഡിപ്പാർട്ട്മെന്റില് സൂക്ഷിക്കേണ്ട ക്ലിനിക്കൽ രേഖകൾ എന്തൊക്കെയാണ്? അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. ആ പഠിച്ചത് തന്നെ വീണ്ടും റിപ്പീറ്റ് വരുന്നു. ഒരു ക്ലിനിക്കൽ റെക്കോർഡ്സിൽ എന്തൊക്കെ സൂക്ഷിക്കണം? OP രജിസ്ട്രേഷൻ വേണം, അല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്കറിയാം. OP റെക്കോർഡ് ആണെങ്കിൽ OP രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അഡ്മിഷൻ ഫോം അതും അറിയാലോ. എന്തേ? OP എന്ന് പറയണത് തന്നെ എന്താ? ഔട്ട് പേഷ്യന്റ്. പേഷ്യന്റ് പുറത്തുനിന്ന് വന്നത് അവിടെ അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ അതിലൊരു ഫോം ഉണ്ടാവും, അഡ്മിഷൻ ഫോം. പിന്നെ പേഷ്യന്റ് അവിടെ വന്നാൽ മരുന്ന് കൊടുക്കാതിരിക്കോ? ഇല്ല. അപ്പൊ മെഡിക്കേഷൻ റെക്കോർഡ് ഉണ്ടാവും, അല്ലേ? പേഷ്യന്റ് വന്നാൽ മരുന്ന് കൊടുക്കാണ്ടിരിക്കോ? അപ്പൊ മെഡിക്കേഷൻ റെക്കോർഡ് ഉണ്ടാവും. നമ്മൾ പേഷ്യന്റിന്റെ മെഡിക്കേഷൻ റെക്കോർഡൊക്കെ കൊടുത്ത് പരിചരിക്കല്ലേ? അപ്പൊ എന്തുണ്ടാവും? ട്രീറ്റ്മെന്റ് ചെയ്യും. അപ്പൊ ട്രീറ്റ്മെന്റ് റെക്കോർഡ് ഉണ്ടാവും. പിന്നെ എല്ലാ പേഷ്യന്റ് വെറുതെ വന്നു പോകുമ്പോ അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം, എക്സ്റേ എടുക്കണം. അപ്പൊ അതിനൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്, അതിനെന്താ? ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്. പിന്നെ കൺസെന്റ് ഫോം, അവർക്ക് വല്ല ഓപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സമ്മതപത്രം എഴുതി ഒപ്പിടണ്ടേ? അപ്പൊ അതിന് നമുക്ക് കൺസെന്റ് ഫോം ഉണ്ടാവും. ഒന്നും കൂടി പറയാം, ഒരു OPയില് സൂക്ഷിക്കേണ്ട ക്ലിനിക്കൽ രേഖകൾ ഏതൊക്കെ? ഒരു OPയില് സൂക്ഷിക്കേണ്ട ക്ലിനിക്കൽ രേഖകൾ: OP രജിസ്ട്രേഷൻ ഫോം. ഒന്നുകൂടി, OP രജിസ്ട്രേഷൻ ഫോം. ഫസ്റ്റ് ഒരു പേഷ്യന്റ് വന്നു, നമ്മൾ OPയില് രജിസ്റ്റർ ചെയ്തു. ആ പേഷ്യന്റ് അഡ്മിഷനായി, അവിടെ കിടന്നു അഡ്മിഷനായി. അപ്പൊ അഡ്മിഷൻ ഫോം എടുത്തു. ആ പേഷ്യന്റിന് മരുന്ന് കൊടുക്കണം. അപ്പൊ നമ്മള് മെഡിക്കേഷൻ ഫോം, പരിചരിച്ചു, ട്രീറ്റ്മെന്റ് ഫോം, ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് റിപ്പോർട്ട്, ലാബ് റിപ്പോർട്ട്, അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്. ലാസ്റ്റ് ആ പേഷ്യന്റിന് ഒരു ഓപ്പറേഷൻ ഉണ്ട്, അപ്പൊ അവരുടെ സമ്മതപത്രം വേണം. അതിന് നമുക്ക് കൺസെന്റ് ഫോം. അത്രേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. രജിസ്ട്രേഷൻ, അഡ്മിഷൻ, മെഡിക്കേഷൻ, ട്രീറ്റ്മെന്റ്, ഇൻവെസ്റ്റിഗേഷൻ, കൺസെന്റ്. ഓക്കെ. ലാസ്റ്റ് പിന്നെന്താ പറഞ്ഞേക്കണേ? Every hospital must maintain the medical records relating to his or her indoor patients for a period of 3 years from the date of commencement of the treatment. എന്താ പറഞ്ഞേ? ഒരു ഹോസ്പിറ്റലില് അവൻ അല്ലെങ്കിൽ അവള് ആരെങ്കിലും ആവട്ടെ, ആ ഹോസ്പിറ്റൽ, എവരി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ മെഡിക്കൽ റെക്കോർഡ്സ്. എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ എന്ത് സൂക്ഷിക്കണം? മെഡിക്കൽ റെക്കോർഡ്സ്. എന്തിനെ ബേസ് ചെയ്തിട്ടാ? റിലേറ്റീവ്. എന്തിനെ ബേസ് ചെയ്താ? ഹിസ് ഓർ അവളുടെ അല്ലെങ്കിൽ അവന്റെ എന്താ? ഇൻഡോർ പേഷ്യൻസ്. ഇൻഡോർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ളത്. അവൾ അല്ലെങ്കിൽ അവൻ ആരെങ്കിലും ആവട്ടെ ഉള്ള ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു പേഷ്യന്റിന് മസ്റ്റ് ആയിട്ടും എന്ത് വേണം? ഒരു മെഡിക്കൽ റെക്കോർഡ് വേണം. ഓൺ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്ന് വെച്ചാൽ എന്താ? ആ പേഷ്യന്റിന് നമ്മൾ മെഡിക്കൽ രേഖ സൂക്ഷിക്കണം. എത്ര വർഷം? 3 വർഷത്തിനുള്ളിലായിരിക്കണം. 3 വർഷം ചികിത്സ ആരംഭിച്ചത് മുതൽ 3 വർഷം വരെ വേണം ആ പേഷ്യന്റിന്റെ ഫയൽ അവിടെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാൻ. ഓക്കെ, 3 വർഷം. അത് ഇമ്പോർട്ടന്റ് ആണ്. 3 years അണ്ടർലൈൻ ചെയ്തിടാ. 3 years എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാ. എവരി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം മെഡിക്കൽ റെക്കോർഡ്. ആ മെഡിക്കൽ റെക്കോർഡ് എത്ര വർഷം വരെ നമുക്ക് ഹോസ്പിറ്റലിൽ വെക്കാം? 3 years അണ്ടർലൈൻ ചെയ്തിടാ. ക്വസ്റ്റ്യൻസ് അവിടെ വരും. ചെയ്താ? ഓക്കെ, അത്രേ ഉള്ളൂ അതിന്ന്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി ഒരു പേജും കൂടെ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇത് വെറുതെ വായിച്ചു പോകാനുള്ളൂ, വേറെ ഒന്നുമില്ല.
ഇനി നമുക്ക് എത്ര മിനിറ്റ് ഉണ്ട്? അരമണിക്കൂറില്ലേ? 30 മിനിറ്റ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ, എടുക്കട്ടെ. 5 മിനിറ്റ് വെള്ളം കുടിക്കാൻ വേണോ? പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വാ. എല്ലാവരും പോയി വെള്ളമൊക്കെ കുടിച്ച്, പിള്ളേര് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും, അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് വാ. എടുത്തോളൂ. ഓക്കെ, എന്നാലും 5 മിനിറ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് വായോ. കണ്ടിന്യൂസ് എടുത്തല്ലേ. ഓക്കെ, 5 മിനിറ്റ് വേണ്ടാ, 3 ഉണ്ടായി. 3 മിനിറ്റ് വെള്ളം കുടിച്ചിട്ടാ വെള്ളം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സുഹൈനയ്ക്ക് വെള്ളം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ സുഹൈന വായിക്കണം എന്ന് പറഞ്ഞതല്ലേ? ബാക്കി എല്ലാവരും വെള്ളം കുടിച്ചിട്ട് വായോ. സുഹൈന അപ്പോഴേക്കും ഈ പോയിന്റ് ഒന്ന് വായിച്ചോ. സുഹൈനെ കൊണ്ട് ഇനി ലാസ്റ്റ് വായിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അതൊരു വിഷമമായിരിക്കും. അപ്പൊ സുഹൈന ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അവര് വെള്ളമൊക്കെ കുടിച്ച് വരട്ടെ. സുഹൈന അതൊന്ന് വായിച്ചേ. സുഹൈന പോയാ? വെള്ളം കുടിക്കാൻ പോയാ? വെള്ളം അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. സോറി ട്ടാ, മൈക്ക് ഓപ്പൺ വെച്ചു. ഓക്കെ 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 ഓക്കെ, വായിച്ചോ. Clinical records kept in an OPD. OPD registration form, admission form, medication record, treatment record, investigation record, consent form. Every hospital must maintain the medical records relating to his or her indoor patients for a period of 3 years from the date of commencement of the treatment. ഓക്കെ, നെക്സ്റ്റ് വായിച്ചോ. ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്, അതും വായിച്ചോ. അപ്പോഴേക്കും എല്ലാവരും വരട്ടെ. Arrangements of necessary ഞാനല്ലേ വായിച്ചേ? ഹെഡിങ് വായിക്ക്. ഞാനല്ലേ ഹെഡിങ് വായിച്ചത്? Job description OPD assistant. Arrangements of necessary instruments for OPD. Directing patients from one place or to other place inside the hospital. Translating in case of requirement. Passing case sheets to other departments. Explaining basic details like medicines, treatment, and reason for waiting to the patients. Assistant to open new medical record, ensure customer satisfaction. ഓക്കെ, വന്ന എല്ലാവരും 122 പേരുണ്ട്. എല്ലാവരും ഉണ്ടാ? പോയവരൊക്കെ വന്നാ? വന്നു. നമുക്കിത് അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ സമാധാനമായില്ല. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് 5 എണ്ണം വരുള്ളൂ കേട്ടോ. പാടെടുത്തവരുടെ അടുത്ത് തീർന്നാലും നിങ്ങൾക്ക് ആകെ 5 മോക്ക് ടെസ്റ്റേ വരുള്ളൂ. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അവരതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇടില്ല. എടുത്ത് തീർന്നാ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് പഠിക്കാം. വന്നു. ഓക്കെ, നമുക്ക് ഇനി തുടങ്ങാം. ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ OPD അസിസ്റ്റന്റ് നമ്മുടെ ജോലി വിവരങ്ങൾ, നമ്മളെ എന്തൊക്കെയാണ് അതിൽ അസിസ്റ്റ് ചെയ്യണം, നമ്മളെ സഹായിക്കുന്ന ജോലി വിവരങ്ങൾ. നമ്മള് അവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് പല വർക്ക് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, അല്ലാത്ത സ്റ്റാഫ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അവിടെ. അവരൊക്കെ കൂടി ജോലി ചെയ്യണതിന്റെ OPD അവരവിടെ എന്താണ് സഹായിക്കുന്നത്, OPD അവരെങ്ങനെ സഹായിക്കുന്നത്, എന്താ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമതായിട്ട് അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. അറേഞ്ച്മെന്റ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ, അവിടെ ഹോസ്പിറ്റലിൽ ആവശ്യമായ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ടായിരിക്കണം അല്ലെ. ഹോസ്പിറ്റലിൽ ആവശ്യമായ ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് വല്ല ആക്സിഡന്റ് ആയിട്ടൊക്കെ വന്ന് സ്റ്റിച്ച് ഇടേണ്ടി വന്നപ്പോ അവിടെ സ്റ്റിച്ച് ഇടാനുള്ള കാര്യങ്ങളൊന്നും ആ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ആ പേഷ്യന്റിന് വേറെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ എന്ത് വേണം, അറേഞ്ച്മെന്റ് അവിടെ അറേഞ്ച് ചെയ്യണം. എന്തെന്നാ, നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയ എക്സാം ഇല്ല, ഫസ്റ്റും സെക്കൻഡും കംപ്ലീറ്റ് ആയാലേ നിങ്ങൾക്ക് എക്സാം ഉള്ളൂ. ഓക്കെ, അപ്പൊ അറേഞ്ച്മെന്റ് ഓഫ് നെസസറി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ പാഠം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുഴപ്പമില്ലല്ല, അത്രേ ഉള്ളൂ. മോക്ക് ടെസ്റ്റ് വേറെ ഓഫീസിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരും 5 എണ്ണം.
അത് കൂടാതെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും. എനിക്ക് ഇഷ്ടമുള്ള 10 ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ എടുത്തത് ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അറേഞ്ച്മെന്റ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് നമ്മുടെ ആ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്യണം ആവശ്യത്തിന്. ഓക്കെ സുഹൈന, ഓക്കെ പൊളിക്കാം. അപ്പൊ നമ്മുടെ ആ ഹോസ്പിറ്റലിൽ ആവശ്യത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. ഇൻസ്ട്രുമെന്റ്, ആവശ്യത്തിനുള്ള ഇൻസ്ട്രുമെന്റ് വേണം അല്ലേ? സിസേഴ്സ് ആയാലും കത്തീറ്റർ ആയാലും പിന്നെ മറ്റേ ഇഞ്ചക്ഷൻ ആയാലും ഇതൊക്കെ ആവശ്യത്തിന് ഉണ്ടായാൽ മാത്രമേ ഹോസ്പിറ്റലില് നമുക്ക് അതൊക്കെ പറ്റുള്ളൂ. അപ്പൊ അത് നമുക്ക് വേണം. അപ്പൊ വേണ്ട സാധനങ്ങള് ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്, നെസസറി ഇൻസ്ട്രുമെന്റ്, ആവശ്യത്തിന് ഇൻസ്ട്രുമെന്റ് വേണം. പിന്നെന്താ, ഡയറക്റ്റിംഗ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. എന്താ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ വേറൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഡയറക്റ്റ് ആയിട്ട്, നേരിട്ട് എന്ന് വെച്ചാൽ പേഷ്യൻസ്, ഡയറക്റ്റിംഗ് പേഷ്യൻസിന്, നേരിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കൊണ്ടുപോകണം അല്ലെ? അപ്പൊ അത് പേഷ്യൻസിനെ അവർ സഹായിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കാൻ ആരാക്കുണ്ട്? നമുക്കറിയാം. നമ്മൾ എങ്ങനെ പേഷ്യന്റിനൊക്കെ കൊണ്ടുപോകാം? സ്ട്രക്ചർ, വീൽ ചെയർ, അങ്ങനെ ഒരു പ്ലേസിൽ നിന്ന്. ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് ട്ടാ, ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉള്ളില് നമ്മൾ പേഷ്യൻസിനെ നേരിട്ട് എങ്ങനെ കൊണ്ടുപോകും? വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് നമ്മൾ കൊണ്ടുപോകും. അതും നമ്മളെ അതങ്ങനെ കൊണ്ടുപോകുമ്പോഴും അതൊരു സഹായമല്ലേ? അതൊരു അസിസ്റ്റന്റ് ആണ്. അങ്ങനെ സഹായിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് വേറെ സ്ട്രക്ചർ, വീൽചെയർ അങ്ങനെ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അതുണ്ടാവും. പിന്നെ ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ ആവശ്യമെങ്കിൽ പേഷ്യന്റിന് ഒരു കേസ് എന്ന് വെച്ചാൽ എന്താ, ഏതെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള റിക്രൂട്ട്മെന്റ്. അപ്പൊ എന്താ പറഞ്ഞേ? ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമ്മളെ ആവശ്യമെങ്കിൽ ആ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞ, എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞ എന്റെ അടുത്ത്. ഞാൻ ഇറങ്ങാണ്ടിരിക്കുകയാണ്. ഇത് തീർത്തിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ അവരിറങ്ങാൻ പറഞ്ഞിട്ടാണ് മുട്ടിയത്. ഓക്കെ, ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്തെങ്കിലും ഒരു കേസ് വന്നാൽ ആ പേഷ്യന്റ് നമുക്ക് എങ്ങനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. അതിനുള്ള അസിസ്റ്റന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, റിക്രൂട്ട്മെന്റ്സ്. റിക്രൂട്ട്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ റിക്രൂട്ട്മെന്റ്സ്? റിക്രൂട്ട്മെന്റ്സ് അല്ല, റിക്വയർമെന്റ്സ്. ആവശ്യം ഉണ്ടെങ്കിൽ റിക്വയർമെന്റ് ആണ്. റിക്വയർമെന്റ് ആവശ്യം. എന്തെങ്കിലും ഒരു പേഷ്യന്റിന്റെ കേസിന് ആവശ്യം ഉണ്ടെങ്കിൽ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ്, ഏതെങ്കിലും ഒരു കേസ് വന്നാൽ. ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ട്, ഇവിടെ പോരാ, അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, ഇവിടെ ഡോക്ടർ ഇല്ലാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ അങ്ങനെ പുറത്ത് പറഞ്ഞു വിടൂലേ? അപ്പൊ അതിന് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്യണം. റിക്വയർമെന്റ്. പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. എന്താ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ കേസ് ഷീറ്റ് നമ്മൾ പാസ് ചെയ്യണം, കൈമാറണം വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ഇപ്പൊ ഓർത്തോ പേഷ്യന്റിനാണെങ്കിൽ പനി വരണമെങ്കിൽ ഈ ഓർത്തോ പേഷ്യന്റിന്റെ കേസ് ഷീറ്റ് പനി വന്ന ഡോക്ടർ, ഫിസിഷ്യന്റെ അടുത്തേക്ക് കൈമാറണം. മനസ്സിലായ? ഇന്ന ഡോക്ടർ, ഇപ്പൊ കണ്ണിനൊരു രോഗമുള്ള ഡോക്ടർ പല്ല് ഡോക്ടർ നോക്കിയാ ആ പല്ല് ഡോക്ടർക്ക് കണ്ണിന്റെ കാര്യങ്ങൾ അറിയണം. അപ്പൊ ആ കേസ് ഷീറ്റ് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പരസ്പരം അങ്ങനെയെങ്കിലും ഡിപ്പാർട്ട്മെന്റ്, വേറെ ഡിപ്പാർട്ട്മെന്റിൽ പാസിംഗ് ചെയ്യണം, ഷെയർ ചെയ്യണം കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ പേഷ്യന്റ് പോണുണ്ടെങ്കിൽ ഇവിടുത്തെ കേസ് ഷീറ്റ് അവിടെ കൊടുക്കണം. അതാ പറഞ്ഞത്. എക്സ്പ്ലെയിൻ ബേസിക് ഡീറ്റെയിൽസ്. നമ്മൾ കറക്റ്റ് ബേസിക് ആയ ഡീറ്റെയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പേഷ്യന്റിന് മെഡിസിനെ കുറിച്ച്, ട്രീറ്റ്മെന്റിനെ കുറിച്ച്, ആൻഡ് റീസൺ ഫോർ വെയിറ്റിംഗ്. എന്തുകൊണ്ടാണ് അസുഖം വന്നത്, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ കിടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഷ്യന്റിന്റെ ആ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, നിങ്ങൾക്ക് എന്താ അസുഖം, നമ്മൾ അങ്ങനത്തെ അടിസ്ഥാന വിവരം, ബേസ് ആയിട്ടുള്ള അടിസ്ഥാന വിവരം പേഷ്യൻസിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അസിസ്റ്റന്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്, പുതിയ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പേഷ്യന്റ് പവർത്തിയായി, ഒരു പേഷ്യന്റ് പുറത്തുനിന്ന് വന്നു, അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റിന് എന്ത് ചെയ്യാം, ഒരു പുതിയ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കസ്റ്റമറിന്റെ തൃപ്തി ഉറപ്പുവരുത്തണം. നമുക്ക് തോന്നണം ഈ പേഷ്യന്റ് ഇവിടെ വന്നു. കസ്റ്റമർ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ പേഷ്യന്റ് അല്ലേ? ആ പേഷ്യന്റ് നമ്മുടെ കസ്റ്റമറാ. നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മുടെ ട്രീറ്റ്മെന്റിൽ ചികിത്സിച്ച അവിടെ എന്താ പേഷ്യന്റ് നമ്മുടെ കസ്റ്റമർ അല്ലേ? അപ്പൊ അവരെ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് അവിടെ ഇഷ്ടമായോ,
ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ഇഷ്ടമായോ എന്നുള്ള ആ ഒരു ഇത് നമ്മൾക്ക് നോക്കണം. നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പേജ്, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഇനി ഗസ്റ്റിനെ കുറിച്ചാണ് കഴിയണേ. പേഷ്യൻസിന്റെ ഒക്കെ കഴിഞ്ഞു. ഇനി ഗസ്റ്റ് എന്ന് പറയുന്നത് ആരാ? ഹോസ്പിറ്റലിൽ ആരാ ഗസ്റ്റ് തന്നെ? പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ, റിലേറ്റീവ്സ് അല്ലെ? അതാണ് നമ്മുടെ ഗസ്റ്റ്. നമ്മുടെ ഗസ്റ്റ് ആരാ? ഹോസ്പിറ്റലിൽ കിടക്കണ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സിസ്റ്റം. രജിസ്ട്രേഷൻ സിസ്റ്റം കഴിഞ്ഞില്ല. ആ രജിസ്ട്രേഷൻ സിസ്റ്റം അത് നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി, ഒന്നുമില്ല അതിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. വെറുതെ നിങ്ങൾ നോക്കിയിരുന്ന ചുമ്മാ നോക്കിയാൽ മതി കേട്ടാ. ഓക്കെ, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ടൈം പോകുന്നു. ഓക്കെ, ഗസ്റ്റ് റിലേഷൻ എന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ, അവരാണ് ഗസ്റ്റ്. ഇനി അവർക്ക് വേണ്ടി ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഈസ് ഓൾസോ നോൺ ആസ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്, ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ഹു എസെൻഷ്യലി ഗീവ്സ്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കസ്റ്റമറിന്റെ ഈ ഗസ്റ്റ് റിലേഷന്റെ അവർ നോൺ ആക്കും. അവർ പല പേരിൽ പറയും. ഗസ്റ്റിനെ നമ്മളുടെ പേഷ്യൻസിന്റെ കോർഡിനേറ്റർ എന്ന് പറയും, ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ അങ്ങനെയും പറയാം, ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ നമ്മുടെ ഗസ്റ്റ്. ഓക്കെ, അവര് നമ്മുടെ സർവീസ് സെന്റേർഡ് എംപ്ലോയി ഹു എൻഷ്യൂർ എന്ന് വെച്ചാൽ എന്താ? ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നും ഇതിനറിയപ്പെടുന്നു. ആ 3 പേരും അണ്ടർലൈൻ ചെയ്യാം. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ തന്നെയാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, അത് തന്നെയാണ് ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, എന്നിട്ട് എന്താ? പ്രധാനമായിട്ടും ഇവര് അഭിവാദ്യം ചെയ്യണത് എന്താ? കസ്റ്റമറിനെ. എങ്ങനെയാണ് അഭിവാദ്യം ചെയ്യണേ? കസ്റ്റമർ എന്ന് വെച്ചാൽ എസെൻഷ്യലി എന്ന് വെച്ചാൽ എന്താ? ഘടകങ്ങൾ. അങ്ങനെ പ്രത്യേകം അതിനകത്തില്ല. എസെൻഷ്യലി ഗ്രീറ്റ്സ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അഭിവാദ്യം ചെയ്യുന്നത്. ഒറ്റ വേട എസെൻഷ്യലി ഗ്രീറ്റ്, ഒറ്റ വേടാക്കി വെക്കാം. എസെൻഷ്യലി ഗ്രീറ്റ്സ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും കസ്റ്റമറിനെ നമ്മൾ സ്വീകരിക്കണം. എന്നോടാണോ? പേഷ്യൻസിനെ നമ്മൾ അഭിവാദ്യം ചെയ്യണത്. എസെൻഷ്യലി ഗ്രീറ്റ്സ് എന്ന് വെച്ചാൽ പേഷ്യന്റിനെ നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിനെ സ്വീകരിക്കണേ? എങ്ങനെ? പ്രധാനമായിട്ടും നമ്മള് പേഷ്യൻസിനെ സ്വീകരിക്കേണ്ട രീതി സർവീസ് സെന്റേർഡ് അവരെ സഹായിക്കേണ്ടത് എൻഗേജ്ഡ് എംപ്ലോയി എന്ന് വെച്ചാൽ എന്താ? ഒരു കേന്ദ്രീകൃത ജീവനക്കാരനായിട്ട്, ആ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളായിട്ട്. കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ? എല്ലാത്തിനും കേന്ദ്രം എന്ന് പറയണത് പ്രധാനപ്പെട്ടല്ലേ കേന്ദ്രം. അപ്പൊ ആ ഒരു കസ്റ്റമറിന്റെ ഗസ്റ്റിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? ഒരു പ്രധാനപ്പെട്ട ആ ഒരു എംപ്ലോയി, ആ ഹോസ്പിറ്റലിലുള്ള ഏതൊരു എംപ്ലോയിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് വേണം നമ്മൾ ആ പേഷ്യൻസിനെ എസെൻഷ്യലി ഗ്രീറ്റ് സ്വീകരിക്കാൻ, അഭിവാദ്യം ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ജോബ് റെസ്പോൺസിബിലിറ്റീസ്. എന്താ ജോബ് റെസ്പോൺസിബിലിറ്റി? ഗസ്റ്റ് റിലേഷൻ നമ്മുടെ ജോബിലുള്ള ഉത്തരവാദിത്തം ഗസ്റ്റിനാണ്. Guest relation representatives are available to assist the patient and families by answering questions, explaining hospital policies, customer service and helping to resolve issues related to hospital service. എന്താ വെച്ചാൽ എന്താ? ഹോസ്പിറ്റലില് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും പേഷ്യൻസിന് അവര് എന്ത് സംശയങ്ങൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നൽകിക്കൊണ്ട് ഹോസ്പിറ്റലിലെ നയങ്ങളും അവരുടേതായ ആ ഒരു അസിസ്റ്റന്റ് അവരെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം, അവരെ പോളിസികള് അതൊക്കെ നമ്മൾ കറക്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒന്നുമല്ല, വേറൊന്നും പറയണില്ല. ഒരു ഗസ്റ്റ് റിലേഷന് കുറെ എന്തുണ്ട്? അവർക്ക് ഒരുപാട് സംശയം ഉണ്ടാവും. ഇവിടെ കിടന്ന അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നുള്ള കാര്യങ്ങൾ സംശയം ഉണ്ടാവും. അപ്പൊ അവരെല്ലാ സംശയങ്ങളും നമ്മളെ ഫാമിലിയിൽ പോലെ അവരുടെ ഫാമിലിയിൽ പെട്ട് ഒരുപാട് സംശയം. അപ്പൊ അതിനൊക്കെ ആൻസറിങ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ കൊടുക്കാം? അതിനൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഹോസ്പിറ്റലിന്റെ പോളിസി പറയണം, കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറയണം, ഹെൽപ്പിംഗ് അവിടുത്തെ ഹെൽപ്പിങ്ങിനെ കുറിച്ച് പറയണം. എന്നിട്ട് ഇതൊക്കെ റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ ഹോസ്പിറ്റൽ സർവീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം, റിസോൾവ് ചെയ്യണം. അറ്റൻഡ് ഇൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ് റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ആൻഡ് എവറിത്തിങ് എൽസ്. എന്താ പറഞ്ഞേ? നമ്മൾ ഈ നൽകിയിട്ടുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് ഹോസ്പിറ്റലിൽ. ഈ സൗകര്യത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും നമ്മൾ അവർക്ക് കറക്റ്റ് രീതിയിൽ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞേ? അറ്റൻഡ് എൻക്വയറി. അവരെന്തെങ്കിലും എൻക്വയറി ചോദിച്ചാൽ കസ്റ്റമറിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യന്റിനെ കുറിച്ച് റിഗാർഡിംഗ് ഫെസിലിറ്റി
പ്രൊവൈഡിങ് എവറിത്തിങ്, എല്ലാ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ബോധവൽക്കരിക്കുക. ഒക്കെ തന്നെ പറയണത്. ചെക്ക് ഇറ്റ്, മൂന്നാമത്തെ ചെക്ക് ഇറ്റ് adequate വെൽക്കം ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ഫോർ എവരിവൺ ഹൂസ് അറൈവൽ ഓൺ ദ ലിസ്റ്റ്. എന്താ മൂന്നാമത് പറഞ്ഞേ? എല്ലാവർക്കും മതിയായ വെൽക്കം സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. പേഷ്യന്റ് ഫസ്റ്റ് വരുമ്പോ തന്നെ ആ പേഷ്യന്റിന്റെ ഒപ്പം തന്നെ അവരുടെ റിലേറ്റീവ്സിന്, അവരെ ഗസ്റ്റിന് എന്ത് കിട്ടുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. വെൽക്കം ഫെസിലിറ്റീസ്, അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു വെൽക്കം ഫെസിലിറ്റീസ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നാലാമത്തെ പോയിന്റ്, അറ്റൻഡ് ടു VIP വിത്ത് മോർ അഫെക്ഷൻ. വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ. എന്താ വെച്ചാൽ അവിടെ ആരെങ്കിലും ആ പേഷ്യൻസിന്റെ ആരെങ്കിലും റിലേറ്റീവ്സ് അല്ല ആരെങ്കിലും വന്നാൽ നമ്മൾ അവരെ VIP ആയിട്ട്, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് അറ്റൻഡ് ചെയ്യണം. പിന്നെന്താ, മെയിൻറ്റെയിൻ എ പൊളൈറ്റ് ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റി. എന്താ അഞ്ചാമത്തെ പോയിന്റ്, അതിഥികളെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വേണം? അതിഥികൾ, ഗസ്റ്റ് റിലേറ്റീവ്സിനെ മാന്യവും എളിവുമായിട്ട് വേണം. എന്നുവെച്ചാ ഹംബിൾ, മാന്യവും ഹംബിൾ പേഴ്സണാലിറ്റി ആയിട്ട് വേണം നമ്മൾ ഗസ്റ്റിനെ, മാന്യമായിട്ട് വേണം അവരെ നമ്മൾ സ്വീകരിക്കാൻ. പിന്നെന്താ, പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് പ്രിസ്ക്രിപ്ഷൻ ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി പൊട്ടൻഷ്യലി ആസ്ക്ഡ് ഫോർ along with the document needed. എന്താ പറഞ്ഞേ? ആവശ്യമായ ഒരു ഡോക്യുമെന്റ്, അവർക്ക് ഡോക്യുമെന്റ് ഉണ്ട്, ആ ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റിനൊപ്പം അവർക്ക് അതിനോടൊപ്പം തന്നെ എല്ലാ വിവരങ്ങളും വിശദാംശങ്ങളും നമ്മൾ നൽകണം. അതാ പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ നല്ല വിശദമായിട്ട് വിശദീകരിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ അലോങ് വിത്ത് ദ ഡോക്യുമെന്റ്, വേണ്ട ഡോക്യുമെന്റ് എന്താ നമ്മൾ അവർക്ക് കൊടുക്കണം. ഓക്കെ. പിന്നെന്താ, take care of each and everything the guest might need and for to avoid last minute rush. എന്താ പറഞ്ഞേ? അവസാന നിമിഷത്തില് ആ ഒരു തിരക്ക്, അവിടെ ഭയങ്കര തിക്കും തിരക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ അവസാന നിമിഷത്തില് ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുമ്പോ ഭയങ്കര തിക്കും തിരക്കായിരിക്കും. അപ്പൊ ആ ഒരു തിക്ക് തിരക്ക് ഒഴിവാക്കാനായിട്ട് ഗസ്റ്റിന് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായ? ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്, എല്ലാവരും മൈറ്റ് നീഡഡ്, അവോയ്ഡ് ലാസ്റ്റ് മിനിറ്റ് റഷ്, അവസാന സമയത്ത് തന്നെ ഇത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ചെക്ക് ദ അമെന്റീസ് ഫോർ ദയർ ക്വാളിറ്റി, പ്രോപ്പർ പ്രൊവിഷൻ ടു ലീവ് ഗ്രൗണ്ട് കംപ്ലൈന്റ്സ്. എന്താ, പരാതികൾക്ക് യാതൊരു കാരണവും ഇല്ലാതിരിക്കാൻ സൗകര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അവർക്ക് ഒരു പരാതി ഇല്ലാവരുത്. ഓക്കെ. പിന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടി വായിച്ചൊക്കെ നോക്കാം. അതിപ്പോ പറയുന്ന എല്ലാവരും പോയി 115 പേരുണ്ടല്ലേ, അപ്പൊ കുഴപ്പമില്ല, പഠിക്കാൻ അവിടെ ഇരിക്കുന്നവര് കുറച്ചിരിപ്പുണ്ട്. പിന്നെന്താ നമ്മൾ പറഞ്ഞേ? പരാതി ഉണ്ടെങ്കിൽ അവർക്ക് എന്താ നമ്മൾ പറഞ്ഞേ? ചെക്ക് ദ അമൻഡീസ് എന്ന് വെച്ചാൽ എന്താ? സൗകര്യങ്ങൾ. അണ്ടർലൈൻ ചെയ്തിട്ടോ. അമനിറ്റീസ് എന്ന് വെച്ചാൽ സൗകര്യം. അമനിറ്റീസ് എന്താ? സൗകര്യം. എഴുതിട്ടോ, കിട്ടാത്തവർ എഴുതിട്ടോട്ടാ. അമനിറ്റീസ് എന്ന് വെച്ചാൽ സൗകര്യം. അപ്പൊ അവർക്ക് ചെക്ക് ദ അമനിറ്റി, സൗകര്യം ഉണ്ടായിരിക്കണം. ഫോർ ദയർ ക്വാളിറ്റി, അവരുടെ ആ ഒരു ക്വാളിറ്റി. ആൻഡ് പ്രോപ്പർ പ്രൊവിഷൻ ടു ലീവ് നമ്പർ ഓഫ് ഗ്രൗണ്ട് ഫോർ കംപ്ലൈന്റ്സ്. എന്താ, അവർക്ക് ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ അവരുടെ സൗകര്യങ്ങളും അവർക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെന്താ പറഞ്ഞേ? ഏത് പോയിന്റ് വരെയും പറഞ്ഞു? 9ാമത്തെ പോയിന്റ് പറയണം. എൻഷുർ അല്ലേ? എൻഷുർ മെയിൻറ്റെയിൻസ് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ഇൻ ദ ഡാറ്റാബേസ്. എന്താ, ഡാറ്റാബേസിൽ ശരിയായ വിവരണം ഉണ്ടോന്ന് നമ്മൾ നോക്കാം. ഡാറ്റാബേസ് എന്ന് വെച്ചാൽ ഇവര് വരുമ്പോ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാരും ഫീഡ് ചെയ്ത് വെക്കും. രജിസ്ട്രേഷൻ, ഇവരെ മരുന്ന്, ഇവര് എക്സ്റേ എടുത്തിട്ടുണ്ട്, എല്ലാ വിവരവും നമ്മള് ഡാറ്റാബേസിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാരും ഡാറ്റാബേസിൽ തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താം. എല്ലാരും ഡാറ്റാബേസിൽ കറക്റ്റ് ആയിട്ട് നമ്മളാണോ വെച്ചേക്കണത്, എന്തെങ്കിലും തെറ്റുണ്ടോ അതൊക്കെ നോക്കി നമ്മൾ ഉറപ്പുവരുത്താം. Work in close contact with the manager and get in touch with him whenever needed. എന്താ, മാനേജറുമായിട്ട് എന്തെങ്കിലും നല്ല അടുത്ത ബന്ധം പുലർത്തണം നമ്മൾ. മാനേജറായിട്ട് എന്നുവെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കും. അപ്പൊ ഹോസ്പിറ്റൽ മാനേജറായിട്ട് നല്ല അടുത്ത ബന്ധം നമ്മൾ പുലർത്തുകയും ആവശ്യമുള്ളപ്പോഴെല്ലാം അവരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച്. അമ്യൂണിറ്റീസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല, എന്താ? സൗകര്യങ്ങൾ, സൗകര്യം. സൗമ്യ കിട്ടിയ അമ്യൂണിറ്റീസ്, സൗകര്യം. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിട്ട് അവരായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടാം. അവരായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവരോട് കോണ്ടാക്ട് ചെയ്യാം. മനസ്സിലായ? നല്ലൊരു കോണ്ടാക്ട് വിത്ത് മാനേജർ, അവരുടെ മാനേജറായിട്ട് നമ്മൾ നല്ലൊരു ബന്ധം രൂപീകരിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് പോയി എന്ത് ചെയ്യണം? അവരോട് ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മൾ ആ ബന്ധം പുതുക്കാം.
പിന്നെ വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം വെനെവർ നീഡഡ്. അതന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ, മാനേജറുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും ആവശ്യമുള്ളപ്പോഴെല്ലാം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുക. ലാസ്റ്റ് പോയിന്റ്, ഹാവ് എ ത്രൂ നോളജ് ഓഫ് ഹോസ്പിറ്റൽ, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനിങ്. എന്താ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ വിഭാഗത്തെ കുറിച്ച്, എന്നുവെച്ചാൽ പരിശോധിക്കുന്നത്, മരുന്ന് മേടിക്കുന്നത്, എക്സ്റേ, അങ്ങനത്തെ ആ മെഡിക്കൽ വിഭാഗം അല്ലാത്ത വിഭാഗം ഇല്ലേ, അവര് മെഡിക്കൽ വിഭാഗം അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗത്തെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് കറക്റ്റ് അറിവുണ്ടായിരിക്കണം. മനസ്സിലായ? നമ്മൾ ഹോസ്പിറ്റൽ നമ്മളെ കുറിച്ചാ പറയണേ, നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതല്ലേ പഠിച്ചത്, മെഡിക്കൽ നഴ്സുമാരുടെ കാര്യമൊന്നും നമ്മൾ അറിയണ്ട, എക്സ്റേയിൽ പോയിരിക്കണ്ട എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ അവരായിട്ട് അവരെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നഴ്സുമാർ ഇങ്ങനെയാണ്, അറ്റൻഡർമാർ ഇങ്ങനെയാണ്. നമ്മൾ മുകളിലാണെന്ന് വിചാരിച്ച് താഴെയുള്ളവരെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. അപ്പൊ എല്ലാവരെയും നമ്മള് അവരെ അടുത്ത് പോയി, മെഡിക്കൽ ആയാലും വേണ്ടില്ല, അത് നോൺ മെഡിക്കൽ ആയാലും വേണ്ടില്ല, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾക്ക് ഒരു കുറച്ചറിവെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ ഇത് പഠിക്കണത് എല്ലാരും പഠിക്കണില്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ. ഇപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് മോണിൽ വരും തീരുമ്പോൾ. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് അവരെ അതാ പറഞ്ഞേ മെഡിക്കൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ വിഭാഗത്തെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങൾ ഫംഗ്ഷനുകളെ കുറിച്ച് നമുക്ക് ഒരു അറിവുണ്ടായിരിക്കണം. ഓക്കെ, ഓടിച്ച് തീർത്തു. ഇത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കൂലേ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ മിസ്, ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അതിന് ഉദ്ദേശിക്കണത് എന്താണ്? അതിനെ പറയണത് എത്രാമത്തെ പോയിന്റ് ആണ്? പോയിന്റ് അല്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മുമ്പത്തെയാണ്. ഇതിന് മുമ്പ് പറഞ്ഞില്ല. ജോബ് ഡിസ്ക്രിപ്ഷൻസ് OPD അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഹെഡിങ് ഇല്ലേ, അതുകൊണ്ട് ഉദ്ദേശിക്കണത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ OPD ഇത് പറഞ്ഞതാ, ആ മാനേജ്മെന്റിന്റെ പോയിന്റ്സ് പറഞ്ഞതല്ലേ. അത് നമ്മള് ജോലിയുടെ OPയില് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ജോലി വിവരങ്ങളില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ജോലി വിവരങ്ങൾ നമുക്ക് അവിടെ OPയില് നമ്മളെ സഹായിക്കാനായിട്ട്. ഔട്ട് പേഷ്യന്റ് വന്നു, ഒരു OPയിലെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. OP എന്ന് പറയുന്നത് OPD എന്ന് പറയുന്നത് എന്താ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ സഹായിക്കാനായിട്ടുള്ള നമ്മളെ ജോലി വിവരങ്ങൾ, എന്തെല്ലാം വിവരങ്ങൾ നമ്മൾ അവർക്ക് സഹായിക്കാൻ പറ്റുന്നുള്ള വിവരങ്ങളാണ് ആ പോയിന്റുകൾ പറഞ്ഞത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് വായോ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് നന്നായിട്ട് അടിച്ചു പൊളിച്ച് പോവാം. അപ്പൊ ഈ ഒരു എടുത്ത ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നാലും ഇത്ര നേരം 2 മണിക്കൂർ അടുപ്പിച്ച് എന്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു മാം. ജോബ് ഡിസ്ട്രിബ്യൂഷൻ OPD അസിസ്റ്റന്റ് ഒരു OPD അസിസ്റ്റന്റിന്റെ ജോബ് അല്ലേ, ഡ്യൂട്ടികളല്ലേ അത്? അന്നപ്പോ ജോബ് ഡിസ്ക്രിപ്ഷൻ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ജോലി വിവരങ്ങളാണ് OPD അസിസ്റ്റന്റിന്റെ. അതന്നെ OPD ഡിപ്പാർട്ട്മെന്റിലെ അവിടുത്തെ അസിസ്റ്റന്റിന്റെ ജോലി വിവരങ്ങളാണ് പറഞ്ഞത്. സോറി ട്ടാ, ഞാൻ കൂടി പറഞ്ഞ കൺഫ്യൂഷൻ. OP അവിടുത്തെ അസിസ്റ്റന്റിലെ OP ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റിന്റെ ജോലി വിവരങ്ങളാണ് പറയണത്. ഓക്കെ, മജിദ എന്നല്ലേ പേര്? അതെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മിസ്സും കുറെ നേരം ഇതായിട്ട് വെള്ളം കുടിച്ചാ പോയിട്ട് മിസ്സേ. ഓക്കെ. മിസ്സേ, ഒരു കാര്യം പറയാനുണ്ട്. മിസ്സേ, സുമ പോയാ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഞാനിവിടുത്തെ ടീച്ചർ പോയി കാണുന്നു. ടീച്ചറുടെ ക്ലാസ് സൂപ്പർ ക്ലാസ്. ടീച്ചറിന്റെ ക്ലാസ് സൂപ്പർ ക്ലാസ് ആണ്. എത്ര ബോറടിക്കാൻ തോന്നിയാൽ ടീച്ചറിന്റെ ക്ലാസ് കേൾക്കാറാകുമ്പോ ഓടി വന്നിരിക്കും. എല്ലാ ടീച്ചർമാരും എടുക്കുന്നതിനെക്കാട്ടിലും സൂപ്പറാ. എല്ലാം നല്ല മനസ്സിലാക്കി ഓരോ വേർഡും മനസ്സിലാക്കി തരും. താങ്ക് യു ടീച്ചർ. ഞങ്ങൾക്കും തന്നെയായിട്ട് അഭിപ്രായം.
എനിക്ക് ഏറ്റവും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ടീച്ചർ ഇല്ലാതെ വന്നപ്പോ ഒരു വിഷമമായിരുന്നു. ടീച്ചറുടെ ക്ലാസ് കാണാൻ പറ്റില്ല. എത്ര പേര് പെൻഡിങ് ഇടത്തതേ ഇല്ല ടീച്ചറുടെ ക്ലാസ് കാണാൻ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഇനി ഞാൻ അടുത്ത ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അയ്യോ ഞാൻ പറഞ്ഞില്ലല്ലേ ഇനി എടുക്കാനുള്ളത് ഏതാണാവോ ഔട്ട്പേഷ്യന്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് സാവധാനേ പോകുള്ളൂ കേട്ടാ. നിങ്ങൾ ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോ. നമ്മൾ ഈ പാഠം ഫുള്ള് പഠിച്ചിട്ടാണ് ഇതിലോട്ട് പോണുള്ളൂ, പുതിയ ചാപ്റ്ററിലോട്ട്. ഓക്കെ ഓക്കെ എന്നാ മൈൻഡ് ചെയ്യട്ടെ. താങ്ക് യു.